രണ്ട് രാജാക്കന്മാർ 4-ാം അധ്യായത്തിലാണ് നമ്മൾ വായിച്ചത്. എന്നാൽ വായിച്ച പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി അമ്മേൻ പറഞ്ഞു, എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസന് യഹോവാ ഭക്തനായിരുന്നു. അടുത്തെന്നാ പറഞ്ഞേ, എന്ന് നിനക്കറിയാമല്ലോ, ഇപ്പോൾ കടക്കാരൻ വന്ന് എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അമേൻ. എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ ഉണ്ടല്ലോ, ഉറങ്ങിയില്ലല്ലോ. നല്ല തണുപ്പുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ തിരുവനന്തപുരത്തില്ലാത്ത നല്ല തണുപ്പ് ഇവിടെ ഉണ്ട്. അതിനായി സ്തോത്രം ചെയ്യുവാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ആൾക്കാരാണ്. ആമേൻ. നല്ല തണുപ്പുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് കിടക്കാൻ പറ്റുന്നുണ്ടല്ലോ, അല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഏതായാലും ഞാൻ ഇങ്ങോട്ട് വരട്ടെ. ഈ ഭാഗം 2-ാം അധ്യായം എന്ന് പറയുന്നതാ ഒരു പ്രവാചകന്റെ ചില ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം. അതിനകത്തൊരു ഫാമിലിയെ കുറിച്ച് പറയുന്നു. ആ ഫാമിലി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം ഒരു പ്രവാചക ശിഷ്യനായിരുന്നു. ആരായിരുന്നു? പ്രവാചക ശിഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, പിന്നെ 2 മക്കളുണ്ട്. ആമേൻ. അദ്ദേഹത്തിൻ്റെ പേരൊന്നും ബൈബിളിൽ കൊടുത്തിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരും കൊടുത്തിട്ടില്ല, അദ്ദേഹത്തിൻ്റെ പിള്ളേരുടെ പേരും കൊടുത്തിട്ടില്ല. ആമേൻ. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, പേരൊന്നും അല്ല ഇവിടെ പ്രസക്തി, ദൈവത്തിൻ്റെ പ്രവൃത്തിക്കാണ് പ്രസക്തി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇതിനകത്ത് നിങ്ങളോട് സംസാരിക്കുക. പേരിൽ എന്തിരിക്കുന്നു, നാട്ടിൽ എന്തിരിക്കുന്നു, ഊരിൽ എന്തിരിക്കുന്നു. ആമേൻ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനും ആമേൻ പ്രവർത്തിക്കുമാണ് പ്രസക്തി. അത് അനുഭവിക്കാൻ ഒരുങ്ങിക്കോ. ഇന്ന് രാത്രി കർത്താവ് ഈ 1 മണിക്കൂറിനകത്ത് നിങ്ങൾക്ക് വേണ്ടി വലിയത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. ഇന്ന് രാത്രി ഞാൻ ആ കുടുംബത്തെ ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ പേരില്ല, അതിൻ്റെ ആമേൻ ഊരൊന്നും കൊടുത്തിട്ടില്ല, അവരുടെ കാര്യങ്ങളൊന്നും വേറൊന്നും ഡീറ്റെയിൽ ഒന്നുമില്ല. പക്ഷെ ഒരു ദൈവപ്രവൃത്തി ആ കുടുംബത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട്. അവരൊരു പ്രവാചക ശിഷ്യനായിരുന്നു. പ്രവാചക ശിഷ്യന്റെ ഭാര്യയെക്കുറിച്ചാണ് ഈ അധ്യായത്തിനകത്ത് നമ്മൾ കാണുന്നത്, അല്ലെ? പ്രവാചക ശിഷ്യന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ആമേൻ അതിനകത്ത് നമ്മൾ ചിന്തിക്കണം, ഇദ്ദേഹം എലീഷ എന്ന പ്രവാചകന്റെ ശിഷ്യഗണത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ്, അല്ലെ? അദ്ദേഹത്തിന് ഒരുപാട് പ്രവാചക എലീശ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ? ആമേൻ. എലീശ എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ഒരു പ്രവാചകനാണ്, അല്ലെ? എലിയാവിന്റെ പകരക്കാരനായിട്ട് ദൈവം എഴുന്നേൽപ്പിച്ച അടുത്തൊരു പ്രവാചകനാണ്. ആരാ? എലീശ എന്ന പ്രവാചകൻ. പക്ഷെ പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആര്? എലീശായെ. എന്തുകൊണ്ടെന്നറിയാമോ? പകരക്കാരനായതുകൊണ്ടല്ല, പുള്ളിയുടെ സ്വഭാവമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. അതെന്നെ പുള്ളിയുടെ സ്വഭാവം. പുള്ളിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഏലിയാവ് എന്ന പ്രവാചകനെ എപ്പോൾ കണ്ടോ അപ്പം മുതൽ പിരിയുന്നത് വരെ ഏലിയാവിൻ്റെ പുറകെ പുള്ളിക്കാരനുണ്ടായിരുന്നു. ശ്രദ്ധിക്കണം. ആമേൻ. എപ്പോൾ കണ്ടോ അപ്പം മുതൽ 100 കണക്കിന് ശിഷ്യന്മാര് റൂമിൽ കിടന്നുറങ്ങുമ്പോഴും ഒരുവൻ മാത്രം ഏലിയാവിൻ്റെ പിന്നാലെ. ആമേൻ. ഇന്ന് രാത്രിയിൽ ഒരു ദൂത് ഞാൻ പറയാം, അങ്ങനെ നടക്കുന്നവനെ എന്തെങ്കിലും കിട്ടുകയുള്ളൂ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി രാജാക്കാട് ദേശത്തിനകത്തും പറയുക, ഊണും ഉറക്കവും കളഞ്ഞ് ആമേൻ പ്രവാചകന്റെ പുറകെ നടന്ന എലീശയ്ക്ക് ആ കാലഘട്ടത്തിൽ കാത്തിരുന്ന പ്രവാചക ശിഷ്യന്മാർ പ്രാപിക്കാൻ എന്തോ ഒന്ന് എലീശയിലേക്ക് ഏലിയാവിൽ നിന്ന് കൈമാറിയെങ്കിൽ ഇന്ന് രാത്രി ദേശത്തോട് ഞാൻ കൈമാറുകയാണ്. കാത്തിരിക്കുന്ന ചിലർക്ക് ഇന്ന് രാത്രി സ്വർഗം തരുന്നത് ഇതുവരെ നീ പ്രതീക്ഷിക്കാത്തത്, ഇതുവരെ ആർക്കും ലഭിക്കാത്തതുമായ ഒരു മേജർ അനുഭവം. യെസ് 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 യെസ്. Shalva Ratha Rakamana Shekenia Rival Proudi Bidigadaga Rachas Kamar Yamthana Rival Proudamana Gadaga Rachas Kamana Gadagase in the Ratria Magata Midinagata Velipadata a Sanitya Midinagata Velipadata a Parishotatmava Idinagata Chaligata Atma Varidika Parahino Angana Una Murakavan Kalanya Nadana Ura Elisa Angana Una Murakavan Kadana Kalanya Nadana Ura Elisa in the Ratri Parishotatma Varahino. Amen. Anupavangal Cherdala അനുഭവം വലുതാണ്. ഇന്ന് രാത്രി എന്തോ പലർക്കും ലഭിക്കാത്തത് അങ്ങനെ നടക്കുന്ന ചിലർക്ക് ദൈവം നൽകാൻ പോവുകയാ. ഹോളി സ്പിരിറ്റ്. വിശ്വസിക്കാൻ ആളുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്കത് നൽകാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കാൻ ആളുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് നിങ്ങൾക്കത് കൈമാറാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നത് എനിക്കറിയത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അങ്ങനെ നടന്ന എലീശ പ്രവാചകൻ. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ പുള്ളിക്കാരൻ പ്രാപിച്ച അഭിഷേകം എല്ലാരെയും പോലെയല്ല. പിന്നെ പുള്ളിക്കാരൻ ചോദിച്ച ചോദ്യം എന്താണെന്നറിയാമോ? അഭിഷേകമൊക്കെ ആമേൻ ഏലിയാവിനോട് ചോദിക്കുമ്പോൾ ആ ചോദ്യം വളരെ പ്രസിദ്ധം. അതുകൊണ്ടാണ് എനിക്ക് പുള്ളി ഭയങ്കര ഇഷ്ടം. ഇതിനകത്ത് നിങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെ ചോദിക്കണം. ആമേൻ. പുള്ളിയോരൻ ചോദിച്ചോ, എലിയാവിനോട് പുള്ളി ചോദിക്കുന്ന ചോദ്യമുണ്ട്. ജമാനനെ, പിരിയുന്നതിന് മുമ്പ് എനിക്കൊരൊറ്റ അപേക്ഷയുള്ളൂ, നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ എത്ര വേണം? ഇരട്ടി പങ്ക്. ഇന്ന് പകലിൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ, ചോദിക്കുമ്പോൾ നന്നായിട്ട്
ചോദിക്കുന്നേ, അല്പമെന്നല്ല, ചെറുതെന്നല്ല. കമാൻ കമാൻ കമാൻ. ഇന്ന് രാത്രി ദേശമേ, നീ ദൈവത്തോട് മേത്തരമായത് ചോദിക്കാൻ തയ്യാറാണെങ്കിൽ സ്വർഗം നിന്നോട് പറയും തരത്തില്ലെന്നല്ല, ഓ ദൈവം നിനക്ക് തരും. ഇന്ന് രാത്രി ആത്മാവാരുടെക്ക് ശക്തമായി പറയുന്നു, ചിലത് തരാൻ ദൈവം ശക്തനാണ്, ചിലത് തരാൻ ദൈവം ശക്തനാണ്. പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ ശക്തമായി കൈമാറുകയാണ്. ചിലത് നൽകുവാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവം. പുള്ളിക്കാരൻ ചോദിച്ചു ഇരട്ടിപ്പങ്കുള്ള, പക്ഷെ അതുകൊണ്ട് എനിക്ക് പുള്ളിയെ മറക്കാൻ പറ്റത്തില്ല. പലപ്പോഴും നമ്മൾ ചോദിക്കുന്നതൊക്കെ ദൈവത്തോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കണം. എങ്ങനെ ചോദിക്കണം? ഇരട്ടി അഭിഷേകം വേണം, ഇരട്ടി അഭിഷേകം വേണം, ഡബിൾ പോർഷൻ അനോയിന്റിങ് വേണം. ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന എങ്കിലല്ലേ ദൈവം തരത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ചോദിക്കുന്നതോ അവനെ പോലെ അതിൽ നിന്നൊരു കുറച്ച്. ഇതൊന്നുമല്ല, ചോദിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ചോദിക്കണം. ഹല്ലേലൂയ. കമോൺ. അത് വിട്ട് ഞാൻ ഇങ്ങോട്ട് വരട്ടെ. ഈ പുള്ളിക്കാരൻ ഒത്തിരി പ്രവാചക ശിഷ്യന്മാരുണ്ട്. ആ സംഭവം പറഞ്ഞു തന്ന ഈ മെസ്സേജ് തീരത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരട്ടെ. ഈ പ്രവാചക ശിഷ്യന്മാരിൽ ഒരു മനുഷ്യന് കൂടെ നടക്കുക, കേട്ടോ, അമ്മേ, കൂടെ നടക്കുക. പക്ഷെ ഒരു ദിവസം പുള്ളിക്കും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി എന്നത് വാസ്തവമാണ്. ഈ ബുദ്ധിമുട്ട് വരുമ്പോഴല്ലേ നമ്മൾ എന്നാ ചെയ്യും? നമ്മുടെ കയ്യിലില്ലെങ്കിൽ കടം മേടിക്കും, അല്ലേ? കടം മേടിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? ഒരു സ്വതന്ത്രം പറഞ്ഞേ. ഇടുക്കിക്കാർ ഭാഗ്യമുള്ളവരാ. തിരുവനന്തപുരക്കാർ മൊത്തം കടം മേടിച്ച് നടക്കുവാണ്. കരങ്ങൾ വിളിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞ് ആമേൻ. കടക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടല്ലോ. ഇന്നത്തെ ഒരു പ്രാർത്ഥന ഈസിയായി. മനഃപൂർവ്വം പൊക്കാഞ്ഞതാണോ? ഹല്ലേലൂയ. ഞാൻ ഇങ്ങോട്ട് വരട്ടെ. അതോ നിങ്ങളെല്ലാം സമ്പന്നരാണെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നവനെ ദൈവം പിന്നെയും അനുഗ്രഹിക്കും. അപ്പം നിങ്ങൾ സമ്പന്നനാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ കിട്ടുമല്ലോ. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ. പോട്ടെ. എങ്കിലും ചിലരൊക്കെ കടം മേടിക്കും. ഹല്ലേലൂയ. കടം മേടിക്കും, അല്ലേ? ചിലരൊക്കെ എന്നോട് പ്രാർത്ഥന വിഷയം രാവിലെ വന്നിട്ട് പറഞ്ഞു കടം മേടിച്ചിട്ടുണ്ട്. ചിലർ പ്രാർത്ഥന വിഷയം കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടുന്നില്ല. ആമേൻ. അതുകൊണ്ട് പോട്ടെ, ഏതായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ പ്രവാചകൻ ജീവിച്ചിരുന്ന സമയത്ത് ഇച്ചിരി കടം മേടിച്ചു. സ്വാഭാവികമാണ്. ആമേൻ. കടം മേടിക്കും. ബാങ്കിൽ ഹൗസിംഗ് ലോണെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? അല്ലേ? ഹൗസിംഗ് ലോൺ അതും കടം മേടിപ്പ് തന്നെ. അപ്പുറത്ത് അച്ഛൻ്റെ നിന്ന് മേടിച്ചില്ലെങ്കിൽ ബാങ്കിൽ നിന്ന് മേടിച്ചെന്നേ ഉള്ളൂ. വ്യത്യാസം അത്രയേ ഉള്ളൂ. കടം മേടിച്ചതാ, വായ്പ എടുത്തതാ. ഹല്ലേലൂയ. അപ്പോൾ കടം മേടിക്കുക. ഈ പ്രവാചകൻ എന്ത് ചെയ്തു? ഇച്ചിരി കടം മേടിച്ചോ. പക്ഷെ കടം മേടിക്കുമ്പോൾ പുള്ളി വാക്ക് കൊടുത്തു, ഞാനിത് 1 വർഷത്തിനകത്ത് 2 വർഷത്തിനകത്ത് തന്ന് തീർത്തേക്കാം, അടച്ച് തീർത്തേക്കാം, അല്ലേ? ഇങ്ങനെയൊക്കെ നമ്മൾ വാക്ക് കൊടുക്കുമെന്നത് ഉറപ്പല്ലേ? ഉറപ്പാ. 2 കൊല്ലം 3 കൊല്ലം ഒക്കെ എഗ്രിമെന്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? കൊടുക്കും. പക്ഷേ ഈ പുള്ളിക്കാരൻ പറഞ്ഞ എഗ്രിമെന്റിനകത്ത് ഒരു സംഭവം അവിടെ നടന്നു. എന്നാന്നറിയാമോ? ഈ പുള്ളിക്കാരൻ പെട്ടെന്ന് മരിച്ചുപോയി. പുള്ളിക്കാരൻ വായ്പ എടുത്തു. പുള്ളിക്കാരൻ വായ്പ വാങ്ങിയിട്ട് എന്ത് ചെയ്തു? പുള്ളിക്കാരൻ എന്ത് ചെയ്തു? പെട്ടെന്ന് മരിച്ചുപോയി. ആമേൻ. പുള്ളിക്കാരൻ മരിച്ചു പോയപ്പോൾ ഇനി വായ്പ അടയ്ക്കേണ്ടെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടോ? ഇല്ല. പുള്ളിക്കാരനെടുത്ത വായ്പ പുള്ളിക്കാരനും പുള്ളിക്കാരൻ്റെ ഭാര്യയും പുള്ളിക്കാരൻ്റെ മക്കൾക്കൊക്കെ വേണ്ടി ചെലവഴിച്ചത് കാരണം ആമേൻ ഈ വായ്പന് തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ടാ? പുള്ളിക്കാരൻ്റെ ഭാര്യയ്ക്കുണ്ടാ. ഹല്ലേലൂയ. ഇത് ആർക്കറിയാം? ഭാര്യയ്ക്ക് അറിയാം. പക്ഷെ പുള്ളിക്കാരൻ മരിച്ചു. ആമേൻ. ഇച്ചിരി ദിവസം കഴിഞ്ഞപ്പോൾ കഥകളൊരു മുട്ട് കേട്ടോ. ഈ വാതിൽ തുറന്നു നോക്കിയപ്പോഴേ കണ്ട, അയ്യോ ആമേൻ, അന്ന് എൻ്റെ ഭർത്താവ് കടം മേടിച്ച ആ വ്യക്തി ആരോടാണോ കടം മേടിച്ചത് ആ മനുഷ്യൻ എവിടെ നിൽക്കുക? വീട്ടുവാതിൽക്കൽ നിൽക്കുകയാണ്. വീട്ടുവാതിൽക്കൽ നിൽക്കുക. പെട്ടെന്ന് ഈ സഹോദരി അവരോട് ചോദിച്ചു, എന്നാ ഉണ്ട് വിശേഷം? ആ സഹോദരൻ പറഞ്ഞു, എൻ്റെ വിശേഷമൊക്കെ നിനക്ക് അറിയാമല്ലോ, ഞാൻ ഇച്ചിരി കാശ് കടം കൊടുത്തിട്ടുണ്ട്, അത് എത്രയും പെട്ടെന്ന് തിരിച്ചു വേണം, അല്ലെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചു വേണം. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഈ സഹോദരി പെട്ടെന്ന് എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാൻ? ഇന്നത്തെ പോലെ ഇൻഷുറൻസ് ഇല്ലേ അന്ന്? ഹല്ലേലൂയ. ഇന്നത്തെ പോലെ ഒരിടത്തും കിട്ടാൻ വകുപ്പില്ല. അന്നത്തെ ഗവൺമെന്റ് കൊടുക്കുമെന്നും തോന്നുന്നില്ല. ആമേൻ. കിട്ടാനൊരു വകുപ്പില്ലാത്തതുകൊണ്ട് സഹോദരി പറഞ്ഞു, ഒരു 6 മാസത്തേക്കൊന്ന് ക്ഷമിക്കാവോ? ഞാനിങ്ങനെ ചിന്തിക്കുന്ന ഒരു അവധി പറഞ്ഞു കാണും. ഈ 6 മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും ഡോറയിൽ ഒരു മുട്ട് കേട്ടോ. ചെന്ന് തുറന്നപ്പോൾ മറ്റേ പുള്ളിക്കാരൻ വന്ന് നിൽക്കുക. പിന്നെയും പറഞ്ഞു ഒരു മാസം കൂടെ, അല്ലേ? ഇതുപോലെ എത്ര അവധി പറഞ്ഞവർ ഇതിനകത്തുണ്ട്? ഒരു ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ. ആമേൻ. ആമേൻ. പിന്നെ ഒരു മാസം കൂടെ ഈ സഹോദരി പറഞ്ഞത് കേട്ട് വിശ്വാസത്തോടെ ആ കടക്കാരൻ പോയി കേട്ടോ. പോയിട്ട് 1 മാസം കഴിഞ്ഞ് അടുത്ത മാസം 1-ാം തീയതി ആയപ്പോൾ കഥക് പിന്നെയും മുട്ടി. ആമീൻ. ഇന്ന് 1-ാം തീയതിയാണ്, ഇന്നാണ് ഞങ്ങളുടെ കാശ് തരാൻ പറഞ്ഞ് സഹോദരി ഇനി 1 മാസം പറയാൻ നിവർത്തിയില്ല, ഇനി ഒരു 15 ദിവസം കൂടെ പറഞ്ഞു. ആമേൻ. ഈ 15 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഈ 15ൻ്റെ ഒന്ന് വന്നിട്ട് പറയും, ഇനി 15 പറയാൻ പറ്റത്തില്ല, ഏതായാലും ഒരാഴ്ച പറയാം. ആമേൻ. ഈ ഒരാഴ്ച കഴിഞ്ഞു വന്ന് പിന്നെയും പറഞ്ഞു, ഇപ്പോൾ ഒരാഴ്ച പറയാൻ പറ്റത്തില്ല, മറ്റന്നാൾ തരാം. സ്വത്രം. ഹല്ലേലൂയ. അല്ലേ? പല അടവും പയറ്റിയവരാ നമ്മുടെയൊക്കെ ദേശങ്ങളിലുള്ളവര്. അവൻ ഈ മറ്റന്നാ തരാന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? മറ്റന്നാ വരുമ്പോൾ പറയും നാളെ കൃത്യം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം 5 മണിക്ക്. അപ്പം നമ്മൾ വിചാരിക്കും ഓക്കെ, ഇതെല്ലാം നാളെ സെറ്റപ്പ് റെഡിയാ, ഓക്കെയാ. ഹല്ലേലൂയ.
ഇനി നാളെ വൈകുന്നേരം 5 മണിക്ക് ഉച്ചയ്ക്ക് കുളിച്ചിറങ്ങി പൈസ വാങ്ങാൻ വേണ്ടി വരുമ്പോൾ സത്യം പറയുമല്ലോ ഗേറ്റിലായിരിക്കും വലിയ ബോട്ട് കാണുന്നത്. പിന്നെ അകത്ത് ചാടിക്കിടന്നാൽ അവിടെയും വലിയ ബോട്ട് കാണും. പിന്നെ ആൾ വലയിട്ടെറിച്ചാലും കാണുകയില്ല. ഒരു കല്ലരിയോടെ പറഞ്ഞില്ലല്ലോ നിങ്ങൾ. ആമേൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇങ്ങനെയൊക്കെ ആമേൻ പലപ്പോഴും മനുഷ്യൻ എന്ത് ചെയ്യുന്നു, തളർന്നും തകർന്നും പോകുമ്പോൾ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഈ സഹോദരിയെ അവധി പറഞ്ഞു മടുത്തോ, കേട്ട് ബാക്കിയുള്ളവരും മടുത്തോ. അങ്ങനെ അവസാനം എന്നാ ചെയ്തതെന്നറിയാമോ? അവസാനം ചെയ്ത ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ കടക്കാർ വന്നേച്ചു പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് അത് നോക്കണമേ, മറ്റൊന്നും കേൾക്കേണ്ട, ഒരവധി ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളിനി എന്ത് ചെയ്യാൻ പോവാ, ഞങ്ങളൊരു തീരുമാനമെടുത്തിരിക്കുന്നു. അപ്പൊ ചോദിച്ചു, എന്നാ തീരുമാനമായി എടുത്തേ? അന്ന് ഒരു സമ്പ്രദായം നിലനിന്നു, അടിമത്വം എന്ന സമ്പ്രദായം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ? ഈ സഹോദരിയെ നോക്കിച്ചു പറഞ്ഞു, കൊള്ളാം, 2 പിള്ളേര് നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് അല്ലേ, 2 മക്കളുണ്ടാ, നീ ഒരു കാര്യം ചെയ്യ്, ഇനി നീ കാശ് തരണ്ട, മറിച്ച് ഈ തരാനുള്ള കാശിന് പകരം ഈ 2 മക്കളെയും ഞാൻ അടിമയാക്കി പിടിക്കാൻ പോവാ. കരമുയർത്തി ഒരു ഹല്ലേലൂയ. കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണം. പരിശുദ്ധാത്മാവ്, ഞാൻ അത്ര ഒരു ഭാഗം പറഞ്ഞ് 1-2 ദൂതിലേക്കൊന്ന് കയറാൻ പോവുക. അത്രയൊന്ന് അകത്തിട്ടാൽ ചില വിഷയങ്ങളുടെ ഡെലിവറൻസ് നടക്കത്തുള്ളൂ. ആമേൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ, പെട്ടെന്ന് ഈ സഹോദരിയുടെ അടുക്കൽ ഈ നിൽക്കുന്ന പിള്ളേരെ കണ്ടിട്ട് കടക്കാരെന്നാ പറഞ്ഞ്, ഈ സഹോദരിയുടെ 2 മക്കളെയും ഞാൻ അടിമയാക്കി പിടിക്കാൻ പോവാ. അന്ന് മുതൽ ഈ അടിമ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒരു മനുഷ്യനെ വില കൊടുത്തു മേടിച്ചാൽ, ശ്രദ്ധിക്കണം, ഒരു മനുഷ്യനെ വില കൊടുത്തു മേടിച്ചാൽ, ആ വില കൊടുത്തു മേടിച്ച മനുഷ്യനെ കൊണ്ട് ആ യജമാനന് ആയുസ് തീരുന്നവരെ എന്തു പണിയും ചെയ്യിക്കാം. പിടിയിട്ടുന്നുണ്ടോ? അവന് കൂലിയില്ല, അവന് ശമ്പളമില്ല. യജമാനൻ കൊടുക്കുന്ന കൈക്കുമ്പിളിലെ കഞ്ഞിയും കുടിച്ച് അവൻ ഏതെങ്കിലും അത് നോക്കണ ചായ്പിൽ കടന്ന് പകലന്തിയോണം പണിയെടുത്ത് അവൻ യജമാനനെ സേവിക്കണം. അവൻ ഏത് കുടുംബത്തിലെ പിറന്നവനാണെങ്കിൽ അടിമ എന്ന മുഖം അവന്റെ തോളിൽ വച്ചു കഴിഞ്ഞാൽ, അടിമക്കാശ് അവനെ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അവൻ എന്നും അടിമയാണ്. പിന്നെ അവനെ ജീവിക്കാനുള്ള അല്ലെങ്കിൽ അവനെ സ്വതന്ത്രമായിട്ടൊന്നും ചെയ്യാനുള്ള അവകാശമില്ല. ഇതാണ് ഒരു അടിമ എന്ന് പറഞ്ഞാൽ. സഹോദരി, ആ കുഞ്ഞുങ്ങളെ നോക്കി. എന്താ സഹോദരിയുടെ ചിന്ത? എന്റെ ഭർത്താവ് ചെയ്ത് തുടങ്ങിയിട്ട് പൂർത്തീകരിക്കാത്ത പല വിഷയങ്ങളും ഇനി ചെയ്യാനുള്ളത് ഈ കുഞ്ഞുങ്ങളാണ്. അതിന്റെ അർത്ഥം ഒന്നുകൊണ്ട് ഞാൻ കൈമാറുകയാണ്. ഈ സഹോദരിയുടെ ഏക പ്രതീക്ഷ വളർന്നു വരുന്ന തലമുറകളിലാണ്. എന്നാൽ ഇപ്പോൾ കടക്കാരൻ വന്നു നിന്ന് അവരും പ്രതീക്ഷിക്കുന്നത് ഈ തലമുറകളെയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ആ ഭവനത്തിനകത്തേക്ക് ആ സമയം എത്തി നോക്കി. അന്നേരം എനിക്ക് കാണാൻ കഴിഞ്ഞത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് കടബാധ്യത കൊണ്ട് മുങ്ങിത്താഴുകയാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ ഭവനത്തിനകത്ത് നിറച്ച ശൂന്യതയാണ്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് തലമുറകളുടെ മേൽ അടിമമുഖം വരാൻ പോവുകയാണ്. കരമുയർത്തി ഒരു ഹല്ലേലൂയ. 3 കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി. ഇന്ന് രാത്രി 3 കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങളുടെ മേൽ ഒരു ഡെലിവറൻസ് വരാൻ പോവുകയാ. വിശ്വസിക്കുന്ന രാമൻ കൂടെ പറഞ്ഞ് ആമേൻ. ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നാമത്തെ വിഷയം, ആ കുടുംബത്തിനകത്ത് ബാധ്യത കൊണ്ട് മുങ്ങുകയാണ്. എന്താ ബാധ്യത? കടം മേടിച്ചിട്ട് അത് കൊടുക്കാൻ കഴിയാതെ അവസാനം വീടും പറമ്പും ജപ്തി ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ മുങ്ങുന്ന ഒരു കാഴ്ചയില്ലേ? ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ജീവിക്കാൻ കഴിയാതെ പലപ്പോഴും മരണത്തിലേക്ക് അവൻ വീണുപോകുന്ന അനുഭവങ്ങൾ എന്തുകൊണ്ട്? കടബാധ്യത കൊണ്ട്. ഒന്നല്ല, എത്ര പേർ ജീവൻ ഒടുക്കിയിട്ടുണ്ടെന്നറിയാമോ? എത്ര പേർ ജീവിക്കാൻ കഴിയാതെ നാട് വിട്ടിട്ടുണ്ടെന്നറിയാമോ? ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതുപോലൊരു വിഷയം ആ കുടുംബത്തിനകത്ത് കിടക്കുന്നു. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ആ വീടിനകത്ത് എല്ലാം വെറും പാത്രങ്ങളാണ്. അതിന്റെ അർത്ഥം അതിനകത്ത് ശൂന്യത മാത്രം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന നിങ്ങളോട് കൈമാറുകയാണ്. ശൂന്യത അനുഭവിക്കുന്ന ഏതെങ്കിലും വീടുകൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വചനം നിന്റെ വീടിന്റെ അകത്തെ ശൂന്യത, നിന്റെ കൃഷി മേഖലയിലെ ശൂന്യത, നിന്റെ ബിസിനസ്സിലെ ശൂന്യത ഇന്ന് രാത്രി കർത്താവ് തുടച്ചു മാറ്റാൻ പോകുകയാ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്ക് കമോൺ, നിന്റെ ഭവനത്തിന്റെ ശൂന്യതയ്ക്ക് അതൊരു വിടുതലായി മാറാൻ പോകുകയാ. യേശുവിന്റെ നാമത്താൽ ജയ. ഇന്ന് രാത്രി മഹത്വം ഇതിനകത്ത് വെളിപ്പെടട്ടെ.
ആമേൻ. ഒരു ശൂന്യത കിടക്കുന്നുണ്ട്. ആമേൻ. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ആ വീടിനകത്ത് മൊത്തം ശൂന്യതയാണ്. മൂന്നാമത്തെ വിഷയം ഞാൻ പറഞ്ഞു, ആ വീട്ടിനകത്ത് കിടക്കാൻ കഴിയുന്നില്ല. കാരണം കിടന്നാൽ തലമുറകൾ നഷ്ടപ്പെടും. എന്തുകൊണ്ട്? അടിമത്വം എന്ന നുകം തലമുറകളുടെ തോളിൽ വയ്ക്കാൻ രണ്ടുപേർ വീട്ടുപടിക്കൽ കാവലാണ്. ഇന്ന് രാത്രിയിൽ തലമുറകളുടെ മേൽ അവൻ ദൃഷ്ടി വച്ചേക്കുന്ന പൈശാചിക ആധിപത്യങ്ങളെ കണ്ട് വീട്ടിനകത്ത് കരയുന്ന മാതാപിതാക്കളോ കുടുംബാംഗങ്ങളോ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ വചനം നിങ്ങൾക്കൊരു വിടുതലാകാൻ പോകുകയാ. നിന്റെ തലമുറയുടെ മേൽ ദൃഷ്ടി വച്ചിരിക്കുന്ന ചില പൈശാചിക ശക്തികൾ, അവരെ പാപത്തിന് അടിമപ്പെടുത്തുവാൻ തക്കവണ്ണം അടിമത്തത്തിന്റെ മുഖത്തെ വച്ചിരിക്കുന്ന ചില ദുർസ്പിരിറ്റുകൾ ഇന്ന് രാത്രി വിടുതൽ അനുഭവിക്കുന്ന രാത്രിയായി ഇത് മാറാൻ പോവുകയാ. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ഏതൊക്കെ തലമുറകളുടെ മേൽ അവൻ വീഴാൻ പോകുന്ന നുകങ്ങൾ ഇന്ന് രാത്രി പൊട്ടിച്ചു കളയുന്ന രാത്രിയാണ്. ചില തലമുറകളെ വിട്ടുകൊടുക്കത്തില്ലെന്ന് മാതാപിതാക്കളെ നിങ്ങൾ ഇന്ന് രാത്രി പറയാൻ തയ്യാറാണെങ്കിൽ കർത്താവ് പറയും, ഇല്ല. നിന്റെ കണ്ണുനീരിന്റെ മറുപടിയായി ചില തലമുറകള് നിനക്ക് മടക്കി തരാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ വചനം നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇടപെടാൻ പോവുകയാണ്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ പോവുകയാണ്. കരയുന്ന കണ്ണുകളോട് പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി ഈ വചനം ചലിക്കുന്ന രാത്രി. വൈഷസ് പ്രൗഢി ബിരികടക റഗൽ ഖമനകടക ശന്തൽ പ്രൗഢി ബിരികടക രക്ഷസ് ഖമനകടകസി അത്തിന റഗൽ ഖമന വൈഡം ജനാധര റീബ ക്ഷമനകടക ശന്തൽ പ്രൗഢി ബിരികടകസി യേശുവിൻ നാമത്താൽ ജയം. ഹല്ലേലൂയ. അല്ലേ? എന്നാ കർത്താവ് പറഞ്ഞേ? ആമേൻ. 3 കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് കടബാധ്യത കൊണ്ട് മുങ്ങുന്നു. രണ്ടാമത്തെ വിഷയം ശൂന്യത, അതിനകത്തൊന്നുമില്ല, എല്ലാം വെറും പാത്രങ്ങളാണ്. മൂന്നാമത്തെ കാര്യം തലമുറകൾ അടിമകളായി പിടിക്കപ്പെടാൻ പോവുകയാണ്. ഈ 3 വിഷയങ്ങളിൽ കുഴങ്ങി നിൽക്കുമ്പോൾ വീട്ടിനകത്ത് പാർക്കാൻ പറ്റുന്നില്ല. സ്വന്തം വീടുണ്ടെങ്കിലും അതിനകത്ത് കിടക്കാൻ പറ്റുന്നില്ല. സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ രാത്രി പരിശുദ്ധാത്മാവ് സംസാരിക്കുക. സ്വന്തം മണ്ണിനകത്ത് പോലും ഒരു രാത്രിയും സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയാതെ ഭാരപ്പെടുന്ന ഏതൊക്കെയോ കുടുംബങ്ങളോട് ഇന്ന് രാത്രി സംസാരിക്കുകയാണ്. നിന്റെ കുടുംബത്തിനകത്തുനിന്ന് നിന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്ന ചില അശുദ്ധ വ്യാപാരങ്ങൾ ദേശത്തിൽ നിന്ന് പുറത്താക്കി നിന്റെ മണ്ണിനെ സ്വാതന്ത്ര്യത്തോടെ അനുഭവിക്കാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി ചിലതിനോട് പറയുന്നു, നിന്റെ വീടിനകത്ത് സമാധാനത്തോടെ കിടക്കാൻ, നിന്റെ കുടുംബത്തിനകത്ത് സമാധാനത്തോടെ പാർക്കാൻ ഇന്ന് രാത്രി സ്വർഗം നിന്നെ അനുവദിക്കാൻ പോവുക. കരമുയർത്തിയിട്ട് ഒരു ഹല്ലേലൂയ കൂടെ പറ. ഇത്രയും പ്രശ്നം വന്നപ്പോ ഈ സഹോദരി എങ്ങോട്ടാ പോയേ? ആമേൻ. ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ മേലാണ് വരുന്നതെങ്കിൽ കടക്കാർ വന്ന് വീട്ടിൻ്റെ ഫ്രണ്ട് വാതിലിൽ നിൽക്കുക, ഇനി എന്തായാലും ഞങ്ങൾ പോകുന്നില്ല, കാശ് മേടിച്ചോണ്ടേ പോകുന്നുള്ളൂ എന്നാണ് നിങ്ങളോട് ആരെങ്കിലും പറയുന്നതെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എന്നാ ചെയ്യും? ഹല്ലേലൂയ. നമ്മൾ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, വേറൊന്നുമല്ല. ആമേൻ. ഒന്ന്, എവിടെ കാശ് കിട്ടും നോക്കും, ചോദിച്ചിട്ട് ഒടുവും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇനി വേറൊരിടവും പോകാൻ പറ്റിയില്ലെങ്കിൽ നേരെ ഒന്നി നിങ്ങളുടെ കുടുംബ വീട്ടിൽ പോകും. അല്ലേ? ഒന്ന് നിങ്ങളുടെ കുടുംബ വീട്ടിൽ അപ്പനോ അമ്മയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടപ്പുറപ്പോ ഉണ്ടെങ്കിൽ ഒന്നുകിൽ അവിടെ പോകും. അടുത്തെന്നാ ചെയ്യുന്നത്? അവിടെ ഒന്നും ആരെയും കണ്ടില്ല, പിന്നെ എന്നെ അങ്ങോട്ട് പോകുക. പിന്നെ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ച ഒരു വീടാണെങ്കിൽ ആയതുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഇനിയിപ്പോൾ ഭർത്താവിൻ്റെ ഷെയർ വല്ലതും കിട്ടുമെങ്കിൽ പോകാം. ഹല്ലേലൂയ. അല്ലേ? ഇനിയിപ്പോൾ അടുത്ത് എന്ത് നോക്കും? സ്വന്തം വീട്ടിലൊന്നുമില്ല, ഇനി ഭർത്താവിൻ്റെ വീട്ടിൽ വല്ലതും ഉണ്ടോ നോക്കട്ടെ. ഒരു ഹല്ലേലൂയ ഇവിടെ നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുര്യാക്കോസ് ബ്രദറിനെ ഓടിക്കും നമ്മൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് സന്തോഷമൊന്നുമില്ലല്ലോ. ആമേൻ. കുര്യാക്കോസ് ബ്രദർ കസേരയ്ക്ക് വേണ്ടി ഓടുക. ഇന്നിവിടെ നിന്ന 2 കസേര ഇനിയിടക്ക വകുപ്പില്ലല്ലേ? പോട്ടെ. എന്നായാലും നമ്മൾ ദൈവത്തെ ആരാധിക്കും. സന്തോഷം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ നിങ്ങൾ.
വലിയ സന്തോഷം തോന്നിയില്ലല്ലോ ഇതിപ്പോൾ കേട്ടിട്ട് നിങ്ങൾക്ക്? ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് രാത്രി നമ്മളെ കൂടെ ഉണ്ട്. അത് നോക്കണമേ, ഈ വേദഭാഗത്തിലേക്കൊന്ന് നോക്കണം. ആമേൻ. അപ്പോൾ എന്നാ പറയുന്നത്, ഈ സഹോദരി എങ്ങോട്ടാ ഓടിയേ? പിള്ളേരെ ഇപ്പോൾ പിടിച്ചുകൊണ്ട് പോകുന്നു പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഈ രണ്ട് വാതിൽ അങ്ങനെ എട്ടിയിട്ട് സഹോദരി രണ്ട് പിള്ളേര് രണ്ട് തോളയിൽ എടുത്തിട്ട് നേരെ എങ്ങോട്ട് പോയി? പുറം വാതിൽ വഴി ഇറങ്ങി. സഹോദരിമാർക്ക് അടുക്കള വാതിൽ അറിയാമല്ലോ. അടുക്കള വാതിൽ വരയ്ക്കും. പണം പുറത്ത് ആരുണ്ട്? കടക്കാരുണ്ട്. ഈ പിള്ളേര് രണ്ടും ഒക്കത്തെടുത്തോണ്ട് ഞാൻ ആ പിള്ളേരെ കൊടുക്കത്തില്ല. ഇന്ന് രാത്രി ഇതേ ചിന്ത ഇതിനകത്തുള്ള അമ്മമാർക്കോ അപ്പന്മാർക്കോ ഉണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ രക്ഷപ്പെടാൻ പോവുക. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ തലമുറയെക്കുറിച്ച് അവർക്ക് വേണ്ടി വാദിക്കുന്ന ചിലർ വീട്ടുപടിക്കൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ മക്കളെ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ ഇതിനകത്ത് ആരെങ്കിലും ആമേൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇന്നു രാത്രി ഞാൻ പറയാ, ആ അമ്മ വിടിവിക്കപ്പെട്ടെങ്കിൽ ഇന്നു രാത്രി ശബ്ദം കേൾക്കുന്ന നിങ്ങളും വിടിവിക്കപ്പെടും. നിന്റെ തലമുറകളും വിടിവിക്കപ്പെടാൻ പോവുകയാ. വിശ്വസിക്കുന്നവരോടായി ഈ രാത്രി ഞാൻ കൈമാറുന്നു. ആമേൻ. വിട്ടുകൊടുക്കത്തില്ലെന്ന് പറയാ. നിന്റെ തലമുറയെ പിശാചിന് കൊടുക്കത്തില്ലെന്ന് പറയാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ തലമുറയെ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറയാൻ, നിന്റെ കുടുംബത്തെ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറയാൻ, നിന്റെ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറയാൻ ഒരമ്മയെങ്കിലും തയ്യാറുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാ, മുന്നിൽ നിൽക്കുന്ന പൈശാചിക ആധിപത്യങ്ങളുടെ എഗ്രിമെന്റിൽ ഒപ്പുവെക്കണ്ട. ഇന്ന് രാത്രി അല്പമെങ്കിലും വിശ്വാസം നിനക്ക് ബാക്കിയുണ്ടെങ്കിൽ അവന്റെ എഗ്രിമെന്റ് പേപ്പർ വലിച്ചു കീറ. ഇന്ന് രാത്രി പ്രവാചകന്റെ അടുക്കലേക്ക് വാ, ദൈവത്തിന്റെ പാദപീഠത്തിൽ വാ. നിന്റെ സൊല്യൂഷൻ ഇന്നു രാത്രിയിൽ സ്വർഗം. അരുളൊക്കെ ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നു. പിശാചുമായിട്ടുള്ള സന്ധി കീറിക്കള. ഇന്നു രാത്രി അവനുമായിട്ടുള്ള എഗ്രിമെന്റ് കീറ. നിന്റെ കണ്ണുനീരിന്റെ വില ദേശം കാണാൻ പോവുകയാ. നിന്റെ കണ്ണുനീരിന്റെ വില പട്ടണം കാണാൻ പോവുകയാ. നിന്റെ കണ്ണുനീരിന്റെ വില ദേശം കാണാൻ. Wow, Holy Spirit. യേശുവിന്റെ നാമത്താൽ ജയമെടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നു, വന്ന കടക്കാർ അടിമനവുമായി വച്ചു നിൽക്കുമ്പോ കടക്കാശ് തിരിച്ചു കൊടുക്കണ്ട, പിള്ളേരെ കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോ എഗ്രിമെന്റിൽ ഒപ്പുവെക്കാൻ ദാസി തയ്യാറല്ല. ഈ സഹോദരി എങ്ങോട്ടാ പോയേ? അറിവെച്ച നാള് മുതൽ, കർത്താവിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയ നാള് മുതൽ ഈ സഹോദരിക്ക് ഒരു വിശ്വാസമുണ്ട്. എന്തിനും ഏതിനും പ്രാർത്ഥിച്ച ശീലമുള്ള സ്ത്രീ ഈ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഈ സഹോദരി നേരെ ഓടിയത് സ്വന്തം അപ്പന്റെയും അമ്മയുടെയും വീട്ടിലേക്കോ കുടുംബ വീട്ടിലേക്കല്ല, പിന്നെയോ ഭർത്താവിന്റെ ഷെയർ ചോദിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്കുമല്ല, പിന്നെയോ ഈ സഹോദരി നേരെ പോയത് അയൽവാസിയോ കൂട്ടുകാരിയോ തേടിയല്ല, പിന്നെയോ സഹോദരിയുടെ അകത്തൊരു ചെറിയ വിശ്വാസം. ഈ സമയം അവൻ പോകാൻ കൊള്ളാവുന്ന ഒരു ഇടമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പാദപീഠത്തിൽ. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവരോട് ഞാൻ പറയാ, ഈ ഫെബ്രുവരി മാസം ഈ 7-ാം തീയതി നീ ഇരിക്കുന്നത് സ്വർഗത്തിന്റെ പാദപീഠത്തിലാണെങ്കിൽ വിശ്വസിക്കുന്നവന് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായി വിളിച്ചു പറയുന്നു. ചില പൈശാചികമായ എഗ്രിമെന്റുകൾ കീറാൻ പോവുക. ഇന്ന് രാത്രി വിശ്വാസത്തോടെ വന്നവർ തിരിച്ചു പോകുന്നത് ചില ഡെലിവറൻസുമായി. നീ തിരിച്ചു പോകുന്നത് ചില ഡെലിവറൻസുമായി. നീ തിരിച്ചു പോകുന്നത് അവന്റെ അടിമനുഖത്തെ പൊട്ടിച്ചുകൊണ്ട്. നീ തിരിച്ചു പോകുന്നത് അവന്റെ അടിമനുഖത്തെ തകർത്തുകൊണ്ട്. വിശ്വസിക്കുന്നവനോടായി ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ സംസാരിക്കുന്നു. വന്നതുപോലെ പോകാനല്ല, നിന്റെ തലമുറ വിടിവിക്കപ്പെട. നിന്റെ തലമുറയ്ക്ക് ജോലി കൊടുക്കാതെ അവൻ പിശാച് അവനെ അടിമപ്പെടുത്തി വച്ചേക്കുന്നെങ്കിൽ, അവന് കഞ്ചാവിനും മദ്യത്തിനും അടിമപ്പെട്ട് അവൻ കിടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ കണ്ണുനീരിന്റെ മറുപടി സ്വർഗം സൈൻ ചെയ്യാൻ പോവുക. കർത്താവിനറിയാം അവൾ എന്റെ പാദപീഠത്തിൽ വരുവാണെങ്കിൽ
ശാശ്വതമായൊരു ഡെലിവറൻസ് കർത്താവ് നൽകും. കൊച്ചപ്പൻ്റെ വല്യപ്പൻ്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ 1 മാസത്തെ ഇൻസ്റ്റാൾമെന്റ് ദൈവം കൊടുക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? വല്യപ്പന്മാരുടെ വീട്ടിൽ ചെന്ന് അഭയം പ്രാപിക്കുന്നെങ്കിൽ 1 മാസത്തെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാനുള്ള കാശ് കിട്ടും. പക്ഷെ കർത്താവ് നോക്കിയിരിക്കുക, നീ അങ്ങോട്ടാണ് പോകുന്നേ അതോ എന്റെ പാദപീഠത്തിലാണ് വരുന്നേ? എന്റെ പാദപീഠത്തിലാണ് വരുന്നെങ്കിൽ ഇനി ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കേണ്ടി വരത്തില്ല, മൊത്തത്തിൽ ക്ലോസ് ചെയ്യാ. എന്റെ തമ്പുരാൻ ഒരു വഴി തുറക്കാൻ പോവുക. വിശ്വസിക്കുന്നവനോട് 2024 പറയുക, ഇൻസ്റ്റാൾമെന്റിന്റെ കഥ വിട്, സ്വർഗം ചിലത് ക്ലോസ് ചെയ്യുവാൻ. വിശ്വസിക്കുന്നവരോട് ഇന്ന് രാത്രി ആത്മാ വിളിച്ചു പറയുന്നു, ചിലത് ക്ലോസ് ചെയ്യുവാൻ. ചിലത് ക്ലോസ് ചെയ്യുവാൻ ഇന്ന് രാത്രി സ്വർഗം തയ്യാർ. Holy Spirit, Holy Spirit, Holy Spirit, ശക്തമായി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കൈമാറുകയാ. ചിലത് ക്ലോസ് ചെയ്യുവാൻ, ചില വിഷയങ്ങൾ ക്ലോസ് ചെയ്യുവാൻ, ചിലത് ക്ലോസ് ചെയ്യാൻ ദൈവത്തിന് ആഗ്രഹമുള്ളപ്പോൾ നീ വല്യപ്പൻ്റെ വീട്ടിലും കൊച്ചപ്പൻ്റെ വീട്ടിലും ചെന്ന് നിന്നാലോ, തമ്പുരാൻ വരെ പിന്നെ ഒരു ഇൻസ്റ്റാൾമെന്റും കൊണ്ടുപോകും. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ നിങ്ങൾ. അത് വിട്. സഹോദരൻ നേരെ പോയത് എവിടാ? പ്രവാചകന്റെ വീട്ടിലേക്കാ. എവിടെ പോയേ? പറ. പ്രവാചകൻ എലീഷയുടെ വീട്ടിലേക്ക്. 2 കുഞ്ഞുങ്ങളെ 2 തോളത്തെടുത്തോണ്ട് ഈ സഹോദരി ഓടടാ ഓട്ടം. നാട്ടുകാർ ചോദിച്ചു, എവിടെ പോകുന്നു? ഭർത്താവ് മരിച്ചിട്ടും തീർന്നില്ലേ നിന്റെ പ്രാർത്ഥന? സഹോദരി പറയുക, തീർന്നിട്ടില്ല, ഇനി മിച്ചമുണ്ട. കളിയാക്കുന്നവർ കളിയാക്കട്ടെന്നേ, പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെന്നേ. പരിശുദ്ധാത്മാവിനെ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഈ പരിഹാസത്തിനൊക്കെ ഒരു വിടുതൽ വരാൻ പോവുക. ആമേൻ. ഇതിന്റെ മറുപടി നീ പറയണ്ട, പരിഹസിക്കുന്നു തന്നെ പറയും. ഉണ്ടോ ഇന്ന് രാത്രി എന്നെ കേൾക്കാൻ? ആമേൻ. നിന്നെ നിന്ദിച്ചവനോട് മറുപടി നീ പറയണ്ട. പിന്നെ അവർ നിന്നെ കാണുമ്പോൾ ചിലത് പറഞ്ഞോളും. നിന്നെ കാണുമ്പോൾ ചിലത് പറഞ്ഞോളും. ഇന്ന് രാത്രി ആത്മാവില്ല ഞാൻ ഈ ദൂത് കൈമാറുന്നത്. ചിലത് പറയാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആമേൻ നിനക്ക് വേണ്ടി ചിലത് ഒരുക്കുന്നുണ്ട്. നീ നാവനക്കിയില്ലെങ്കിൽ നിന്നെ കുറിച്ച് ദേശം ചില ഡെലിവറൻസ് കാണാൻ പോകുകയാ. ഈ രാത്രി രാജാക്കാട് ദേശത്തില് നിന്നെ ഒരു സാക്ഷ്യമാക്കി മാറ്റാം. Oh, hallelujah. Praise God. കരമുയർത്തിയിട്ട് ഒരു ഹല്ലേലൂയ പറ. ഒരു സാക്ഷ്യമാക്കി മാറ്റാം. ആമേൻ. വിശ്വസിക്കുന്നവരോട് ദൈവത്തിന് ഇന്ന് രാത്രി പറയാനുണ്ട്, ഒരു സാക്ഷ്യമാക്കി മാറ്റാൻ. അല്ലേ? തകർന്നിരിക്കുന്ന, നിരാശപ്പെട്ടിരിക്കുന്ന ഈ സഹോദരി നേരെ പോയത് എവിടെ? പ്രവാചകന്റെ അടുക്കലേക്ക്. പോയപ്പോൾ പ്രവാചകൻ ഒറ്റ ചോദ്യം ചോദിച്ചു, എന്ന് കടം മേടിച്ചെന്നല്ല ചോദിച്ചത്. ഞാനാണെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കത്തുള്ളൂ, എപ്പോഴാണ് കടം മേടിച്ച്? ഇതിപ്പോൾ എത്ര വർഷമായി തുടങ്ങിയിട്ട്? എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഒരു ഹല്ലേലൂയ പറ. എന്നെപ്പോലല്ലല്ലോ പ്രവാചകൻ. പുള്ളി കേട്ട വാതി ഒറ്റ ചോദ്യം തിരിച്ചു വെച്ച്, പറ നിന്റെ വീട്ടിൽ എന്തുണ്ട്? ആമേൻ. എന്നെ ചിന്തിപ്പിച്ചൊരു ചോദ്യം കൂടിയാണ്, അല്ലേ? എൻ്റെ മുമ്പിൽ നിങ്ങൾ വന്നാൽ ഞാൻ ചോദിക്കും, എത്ര നാളെ സിസ്റ്ററെ കടം മേടിച്ചിട്ട്? ആമേൻ. ഇത് ജപ്തിക്കുള്ള വഴി ആകാറായോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നേ. ആമേൻ. ഇത് കേസിനുള്ള വഴിക്കെത്തിയോ എന്നറിയാൻ കൂടെ വേണ്ടി ഞാൻ ചോദിച്ചേ. പക്ഷെ പുള്ളിക്കാരൻ ചോദിച്ചില്ല. പുള്ളിക്കാരൻ ഒറ്റ ചോദ്യം, പറ നിന്റെ വീട്ടിൽ എന്തുണ്ടാ? ഇനി പുള്ളിക്കാരൻ ഒരു ഉറപ്പുണ്ട്, കാരണം പുള്ളിക്കാരൻ്റെ ശിഷ്യയായി. ഒരു ഹല്ലേലൂയ പറ. ശ്രദ്ധിക്കണം, പുള്ളിക്കാരൻ്റെ ശിഷ്യനും പുള്ളിക്കാരൻ്റെ ശിഷ്യയുമാ. ആരാ? ശിഷ്യൻ മരിച്ചു പോയില്ലോ, ഇത് ശിഷ്യയല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യജമാനൻ അറിയാം, ഇവളുടെ വീട്ടിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് മുമ്പ്, അതുമല്ല ഉണ്ടോന്ന് നോക്കട്ടെ. അവൻ ഒരു ആത്മീയ ചിന്തയാണ്, ഒരു ആത്മീയ മർമ്മമാണ്. അങ്ങനെ കരുതിയാൽ മതി. ഹല്ലേലൂയ. എങ്കിലും മെസ്സേജ് നിങ്ങൾക്ക് അർത്ഥം ഉണ്ടാവത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ആമേൻ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുക, പ്രവാചകൻ അറിയാം, കാണാതിരിക്കത്തില്ല. ആമേൻ. പെട്ടെന്ന് ഈ പ്രവാചകന്റെ ചോദ്യം, പറ വീട്ടിൽ നിനക്ക് എന്തുണ്ടാ? നമ്മളാണെങ്കിൽ പറയണേ ആകെ 5 സെന്റ്, പിന്നെ അവർ കൊച്ചു വീടും. ഇതൊന്നും ഈ സ്ത്രീ പറഞ്ഞില്ല, ഇതൊന്നും ഈ സഹോദരി പറഞ്ഞില്ല. നമ്മൾ പറഞ്ഞേനെ, ആമേൻ, അയ്യോ ഒരു ചെറിയ തോട്ടം മാത്രമേ ഉള്ളൂ, ഇതുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നത്. ഇതൊന്നും സ്ത്രീ പറഞ്ഞില്ല. ഈ സ്ത്രീ എന്നാ പറഞ്ഞെന്ന് അറിയാമോ? പെട്ടെന്ന് ഈ സ്ത്രീ തിരിച്ചു പറഞ്ഞതാ. ചോദ്യം ആത്മീയമായത് കൊണ്ട് മറുപടിയും ആത്മീയവാ. മനസ്സിലാവുന്നെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. മറുപടി ഞാൻ പറയാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. ചോദ്യം, നിന്റെ വീട്ടിൽ നിനക്ക് എന്തുണ്ട്? ഈ സഹോദരിയുടെ മറുപടി, ഒരു ഭരണി എണ്ണയല്ലാതെ
എൻ്റെ വീട്ടിൽ എനിക്ക് വേറൊന്നുമില്ല. ഇന്നൊരു രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ഈ എണ്ണയ്ക്ക് എത്രയും വലിയ വിലയുണ്ടോ? ഇത് പറയേണ്ടടുത്ത് പറഞ്ഞ വിലയാ. ഇത് ആവശ്യമില്ലാത്തടത്ത് കൊടുത്ത ഒരു വിലയുമില്ല. ഇന്നൊരു രാത്രി ആത്മാവിൽ ഞാൻ കൈമാറുക, പ്രവാചകന്റെ മുൻപിൽ എണ്ണയ്ക്ക് വിലയുണ്ട്. കാരണം ഈ എണ്ണ വെളിച്ചെണ്ണയല്ല, ഈ എണ്ണ ഒലിവെണ്ണയല്ല, ഈ എണ്ണ കടുകെണ്ണയല്ല. വേദപുസ്തകത്തിന് എണ്ണയ്ക്കൊരർത്ഥമുണ്ട്, എണ്ണയ്ക്കൊരു വ്യാഖ്യാനമുണ്ട്. വേദപുസ്തകം പറയുന്ന എണ്ണ പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു. ഇന്നൊരു രാത്രി വിശ്വസിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ കൈമാറുക, ഈ കണ്ട കാലമത്രയോ ഭക്തി മുറുകെ പിടിച്ചിട്ട് എന്താ മിച്ചമെന്ന് ചോദിച്ചാൽ അന്ന് കിട്ടിയ എണ്ണ ഈ പ്രതിസന്ധിയിൽ കളഞ്ഞിട്ടില്ല എന്ന് പറയാൻ ഇതിനകത്തൊരു വ്യക്തിയുണ്ടെങ്കിൽ നീ വിടുവിക്കപ്പെടാൻ പോവുകയാ. വൈശസ്യ റിവൽക്കമന ഘടക ശന്തരാധിയാന വൈഡൽ പ്രൗഢിബിരി ഘടക രക്ഷസ്കമന ഘടക ശന്തൽ കമന ഘടകസെ. ഇന്നൊരു രാത്രിയ മഹത്വം വെളിപ്പെടട്ടെ, ഇന്നൊരു രാത്രിയ സാന്നിധ്യം വെളിപ്പെടട്ടെ, ഇന്നൊരു രാത്രിയ കൃപ വെളിപ്പെടട്ടെ, ഇന്നൊരു രാത്രി അഭിഷേകം ചലിക്കട്ടെ. ഓഹോ, ആർക്കൊക്കെ പറയാനുണ്ട്? പ്രശ്നം ഇത്രയും രൂക്ഷമായിട്ടും ഭരണിയിലെ എണ്ണ കളഞ്ഞിട്ടില്ല, പ്രശ്നം ഇത്രയും വലുതായിട്ടും ഭരണിയിലെ എണ്ണ നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നൊരു രാത്രി ആത്മാവാരെടുക്ക് പറയുന്നു, ഈ എണ്ണ ലഭിച്ച എണ്ണ 1990 ലഭിച്ചിട്ട് കളയാതെ 2025 സൂക്ഷിക്കുന്ന ആരൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്? 985 കിട്ടിയിട്ട് ഇന്ന് 2024 കളയാതെ സൂക്ഷിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, 2024 നീ ലജ്ജിക്കപ്പെടാൻ വിശ്വസിക്കുന്നവരോട് ഈ ദൂത് വിളിച്ചു പറയുന്നു, ഇട വരുത്തുകയില്ല. ഇന്ന് രാത്രി ശക്തമായി പരിശുദ്ധാത്മാവ് ഇടപെടുകയില്ല. വൈഡം ജനാധര റീഗൽ കമന ഘടക അത്തിന രക്ഷസ്കമന വൈഡം ജനാധര റീഗൽ കമന ഘടകസി വൈശസ് പ്രൗഢിബിരി ഘടക അൽ കമന ഘടക രംധേനിയ റീബത് ശമന ഘടകസി. അരുടക്ക് ദൈവാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, നീ സൂക്ഷിച്ച എണ്ണ കടബാധ്യതയുടെ നടുവിൽ, രോഗങ്ങളുടെ ഇടയിൽ, തലമുറകൾ മദ്യപാനികളായി മാറിയിട്ട് നീ സൂക്ഷിച്ച എണ്ണ, നിനക്ക് ഈ ആണ്ട് ഒരു സൊല്യൂഷൻ വെളിപ്പെടുത്താൻ പോവുകയാ. ഈ ആണ്ട് നിനക്കൊരു വിടുതൽ വെളിപ്പെടുത്താൻ പോവുകയാ. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് രാഭാ ശാന്തന രക്ഷസ്കമന ഘടക ഷൈഡിബിരി ഘടകസി. ആമേൻ. സന്തോഷമുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ ആണ്ട് നിനക്ക് ചിലത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാ. ഈ ആണ്ട് നിനക്ക് ചിലത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ ആണ്ട് നിനക്ക് ചിലത് വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുക. 10 കൊല്ലമായില്ലേ അഭിഷേകം പ്രാപിച്ചിട്ട്, 15 കൊല്ലമായില്ലേ എണ്ണ ലഭിച്ചിട്ട്, 20 കൊല്ലമായില്ലേ എണ്ണ ലഭിച്ചിട്ട്, ഈ എണ്ണയ്ക്കൊരു മറുപടി വരാൻ പോവുകയാ. എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആരെടുക്ക് പറയുന്നു, ഈ എണ്ണ നിനക്കൊരു വിടുതലായി മാറാൻ പോവുകയാ. ഈ എണ്ണ നിനക്കൊരു അനുഗ്രഹമായി മാറാൻ പോവുകയാ. ഈ എണ്ണ നിനക്കൊരു അത്ഭുതമായി മാറാൻ പോവുകയാ. ഈ എണ്ണ നിനക്കൊരു സാക്ഷ്യമായി മാറാൻ പോവുകയാ. ഹല്ലേലൂയ. സന്തോഷമുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാനാ ഈ വാക്യത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരികയാ. എന്താ ഇവിടുത്തെ പ്രശ്നം? ആമേൻ. സഹോദരി പറയും, ആമേൻ, ഇവിടുത്തെ പ്രശ്നം വേറൊന്നുമല്ല. ആമേൻ, എൻ്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണ മാത്രമേ ഉള്ളൂ, എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് മതിയാകൂ എന്നൊരൊറ്റ ചോദ്യം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ പ്രവാചകന്റെ മുമ്പിൽ സഹോദരി പറയുന്നു, കടം ബാധ്യത കൊണ്ട് മുങ്ങിയിട്ടോ, വീട്ടിൽ കിടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടോ, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടായിട്ടോ, നാടും വീടും എന്നെ ഒറ്റപ്പെടുത്തിയിട്ടോ, എൻ്റെ വീട്ടിൽ ഇപ്പോഴും ശേഷിക്കുന്ന ഒരു സത്യമുണ്ട്. അന്ന് കിട്ടിയ ഒരു ഭരണി എണ്ണ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുക. രോഗം മൂർച്ഛിക്കുമ്പോ അഭിഷേകം കളയല്ലേ, കടബാധ്യത പെരുകുമ്പോ അവൻ അഭിഷേകം വിട്ടുകളയല്ലേ, പ്രശ്നങ്ങൾ പെരുകുമ്പോ അഭിഷേകം വിട്ടുകളയല്ലേ. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ നിങ്ങളോട് കൈമാറാ, നിന്റെ മേൽ പകർന്നിരിക്കുന്ന ഈ എണ്ണ 2024 സകല വിഷയങ്ങൾക്കും വിശ്വസിക്കുന്നവനോട് സ്വർഗം പറയുന്നു, ഒരു സൊല്യൂഷനായി
ഒരു സൊല്യൂഷനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തിയിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ സഹോദരിയോട് ചോദിച്ചു, ഒരു ഭരണി എണ്ണ അല്ലാതെ വേറൊന്നുമില്ല. അപ്പൊ നമ്മൾ ഈ ഭരണിയിലെ എണ്ണയ്ക്ക് ഇത്രയും വലിയ വിലയോ? ഭരണിയിലെ എണ്ണയ്ക്ക് ഇത്രയും വലിയ വിലയുണ്ടോ? അല്ലേ? 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് ഇവിടെ 10,200 രൂപയ്ക്കകത്തേ ഉള്ളൂ. പിന്നെ പാമോലിനാണെങ്കിലും അതുപോലൊക്കെ തന്നെ. പാമോലിനാണെങ്കിലും അത്രയൊക്കെ തന്നെ. ആമേൻ. ഞാൻ നിങ്ങളോട് പറയാം, എന്തൊക്കെയാണേലും 1 കിലോ എണ്ണ എന്നൊക്കെ പറയുമ്പോൾ അത്രയേ ഉള്ളൂ, അല്ലേ? അത്രയേ ഉള്ളൂ. ഒലിവെണ്ണയാണെങ്കിൽ ഇച്ചിരി വില കൂടുതലാണെന്ന് തോന്നുന്നു. വില ഇസ്രായേലിൽ നിന്ന് പണ്ടൊരു ബ്രദർ വന്നപ്പോൾ എനിക്കൊരു ഇച്ചിരി എണ്ണ കൊണ്ടുവന്നു. വിലപിടിപ്പുള്ള സാധനമാണെന്ന് പറഞ്ഞു. വിലപിടിപ്പുള്ള സാധനമാണെന്ന് പറഞ്ഞു. ദോഷമുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യാൻ സമയമായി. ആമേൻ. അങ്ങനെ മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആമേൻ. എവിടെയൊക്കെ പോരാട്ടം വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ഭയങ്കര ഡെലിവറൻസ് നടന്നിട്ടുണ്ട്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയും, പ്രവാചകന്റെ ചോദ്യം പറ, നിന്റെ വീട്ടിൽ എന്തുണ്ട്? സഹോദരി കൊടുത്ത മറുപടി, ഒരു ഭരണി എണ്ണയല്ലാതെ എൻ്റെ വീട്ടിൽ വേറൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ എണ്ണയ്ക്ക് ഇത്രയും ഭയങ്കര വിലയോ? ചില എണ്ണയ്ക്ക് വില ഇത് കൂടുതലാണ്. ഇത് ഒലിവെണ്ണയെക്കാളും വിലയാ. പണ്ട കുഷ്ഠരോഗിയ ഷീമോന്റെ വീട്ടിൽ യേശു ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന യേശുവിൻ്റെ കാലയിൽ കണ്ണുനീര് കൊണ്ട് നനച്ചിട്ട് തലമുടി കൊണ്ട് തിവർത്തി. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അല്ലേ? നമ്മളൊക്കെ ചർച്ചിലൊക്കെ പോയിട്ടുള്ളവരാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഭാഗമൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക. കണ്ണുനീര് കൊണ്ട് തുടച്ച കണ്ണുനീര് കൊണ്ട് കഴുകി തലമുടി കൊണ്ട് തുടച്ചു. ഇത്രയും കഴിഞ്ഞപ്പോൾ ഈ സഹോദരി ഒരു ഭരണിയുടെ അടപ്പ് തുറന്നു. അല്ലെ? എന്തു തുറന്നു? ഒരു ഭരണിയുടെ അടപ്പ് തുറന്നു. അടപ്പ് തുറന്നപ്പോൾ എന്നാ സംഭവിച്ചേ? ഈ സഹോദരി, ആമേൻ, അടപ്പ് തുറന്നപ്പോൾ സംഭവിച്ചത്, ഈ സഹോദരി ഭരണിയിൽ നിന്ന് എണ്ണയെടുത്ത യേശുവിൻ്റെ കാൽക്കൽ പൂശുക. അതിന്റെ സുഗന്ധം പട്ടണത്തെ മുഴുവനും എന്ത് ചെയ്തു? ആ സുഗന്ധം നിറഞ്ഞപ്പോ ബൈബിൾ പറയുന്നു, ഒരു പുള്ളിക്കാരൻ, ഇതിന്റെ പേര് ജൂദാസ, എഴുന്നേറ്റിട്ട് ഇങ്ങനെ പറഞ്ഞു, സ്ത്രീയെ, ഈ പാഴ്ചെലവ് എന്തിന്? എന്നിട്ട് ആ പുള്ളിക്കാരൻ പറഞ്ഞ മറുപടി എന്നാന്നറിയാമോ മകളെ? ഹല്ലേലൂയ. അപ്പോ എന്നിട്ട് പാഴ്ചെലവ് എന്തിനാന്ന് ചോദിച്ചിട്ട് ഈ യൂദാസ് പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്നാന്നറിയാവോ? ഇത് 200 വെള്ളിക്കാശിന് വരുമല്ലോ. എത്ര വെള്ളിക്കാശാ? എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഹല്ലേലൂയ. പിള്ളേരൊക്കെ കളിക്കട്ടെ, കുഴപ്പമില്ല. ആമേൻ. എത്ര വെള്ളിക്കാശിന് വരും? 200 വെള്ളിക്കാശിന് വരും. ആരാ? പാവം ഈ സ്ത്രീ യേശുവിന്റെ കാൽക്കൽ ഭരണിയിൽ നിന്ന് പൊട്ടിച്ചു വീഴ്ത്തിയ എണ്ണയെ നോക്കിയിട്ട് പറയുക, 200 വെള്ളിക്കാശിന് വരും. ആമേൻ. ശ്രദ്ധിക്കണേ. അങ്ങനെയാണെങ്കിൽ ഈ 200 വെള്ളിക്കാശിന് വരും. പാഴ്ചിലവ് എന്തിനാന്ന് പറഞ്ഞ ഈ മനുഷ്യൻ ഈ ഗുരുവിനെ വിറ്റത് എത്ര കാശിനാ? 30 വെള്ളിക്കാശിനാ. ശരിയല്ലേ? അപ്പൊ നോക്കണം എണ്ണയ്ക്ക് എന്തുമാത്രം വിലയുണ്ടെന്ന്. ഇനി ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ ഈ പറയുന്ന എണ്ണയുടെ വില 30ഉമല്ല 200ഉമല്ല, അതുക്കും മേലെയാ. വിശ്വസിക്കുന്നവരോട് ഞാൻ പറയാ, ഈ എണ്ണ ചില കുടുംബങ്ങളുടെ രക്ഷയ്ക്കുതകം. ഈ എണ്ണ ചില തീരാ രോഗങ്ങൾക്ക് സൗഖ്യമാ. ഈ എണ്ണ ചിലതിന് ജീവൻ പിടിപ്പിക്കുന്ന, ഈ എണ്ണ ചിലതിന് എഴുന്നേൽപ്പിക്കുന്ന ഒരു ഔഷധമായി വ്യാപരിക്കും. ആത്മാവ് ഇന്ന് രാത്രി ശക്തമായി ഇതിനകത്ത് കൈമാറുന്നു. ഈ എണ്ണ ചിലതിനോട് പറയുന്നു, ഇതൊരു അത്ഭുതമായി മാറാൻ പോകുകയാ, ഇതൊരു വിടുതലായി മാറാൻ പോകുകയാ. ഇതൊരു വിലപിടിപ്പുള്ള എണ്ണയാ. പരിശുദ്ധാത്മാവ് ആരോടൊക്കെ ശക്തമായി കൈമാറുന്നു. ഈ എണ്ണ ചിലതിനോട് പറയുന്നു, ഈ എണ്ണ വിലപിടിപ്പുള്ളതാ. ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ ഇത് സൂക്ഷിക്കുന്ന നിന്നോട് ദൈവത്തിന് പറയാനുണ്ട്, ഈ എണ്ണ നിന്റെ പല പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ആകും. ഹല്ലേലൂയ. ഓ രക്ഷസ്കവലകടകലക സിയന്ധനെ റീവാലാബാലാബശാന്തരെ. ഹല്ലേലൂയ. ഒറ്റ ചോദ്യമേ ഉള്ളൂ, നിന്റെ വീട്ടിൽ എന്തുണ്ട്? സഹോദരി എടുത്ത വായിൽ ഇങ്ങനെ മറുപടി പറഞ്ഞു, ഒരു ഭരണി എണ്ണയല്ലാതെ വേറൊന്നും എനിക്കില്ല. അടുത്ത് എന്നാ സംഭവിച്ചേ? പെട്ടെന്ന് പ്രവാചകൻ പറഞ്ഞു, അത് മതി.
എന്തൊക്കെയാ പ്രശ്നം? 1 കടബാധ്യത, 2 വീട് നിറച്ച ശൂന്യത, അന്നത്തിനുള്ള വക പോലും ഇല്ല, 3 പിള്ളേരതാ പിടിക്കപ്പെടാൻ പോവുകയാണ്. 3 പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴും പ്രവാചകൻ പറഞ്ഞ മറുപടി അത് മതി. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഇതിനകത്തുണ്ടോ? ആമേൻ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുന്ന വാക്ക് അത് മതി, അത് മതി. വിശ്വസിക്കുന്നവനോട് ദൈവാത്മാവ് ശക്തിയോട് പറയുന്നു അത് മതി. ഓ അത് മതി, അത് മതി. അത് മതി. അത് മതി. പരിശുദ്ധാത്മാവ് പറയുന്നു ആമേൻ. അതിനൊരു സമ്പത്തായി സൂക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു വലിയ സമ്പത്താകാൻ പോവുക. ആമേൻ. അഭിഷേകമുള്ള വ്യക്തിയെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക ഭാരപ്പെടണ്ടെന്ന്. ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ ഒരു സൊല്യൂഷൻ വെളിപ്പെടാൻ അത് മതി. അഭിഷേകം ഉണ്ടോ നിങ്ങൾക്ക്? പരിശുദ്ധാത്മാവ് ഉണ്ടോ നിങ്ങൾക്ക്? ഉള്ളവർക്കായി സ്തോത്രം. അടുത്തിരിക്കുന്ന ആളിന് കരം ഒന്ന് കൊടുത്തിട്ട് പറ അത് മതി എന്ന് പറ. അത് മതി. ഈ സബ്ജക്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് അതും മതി, അതും മതി. ഈ 2024 നിനക്ക് സൊല്യൂഷൻ ഉണ്ട്, നിനക്ക് മറുപടി ഉണ്ട്, നിനക്ക് വിടുതലുണ്ട്. ശക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നു വെറുതെ പോവല്ല, അത് മതി. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രവാചകൻ എന്നാ പറഞ്ഞേ? പ്രവാചകൻ പറഞ്ഞ അടുത്ത വാക്ക് നീ നിന്റെ വീട്ടിൽ പോകണം. എവിടെ പോകണം? ഇവിടെ തന്നെ ഇരിക്കുകയല്ല, പിന്നെ നിന്റെ വീട്. അപ്പൊ ഈ വീട്ടിൽ പോകാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്തുവാ? കടക്കാർ വീട്ടിന്റെ പടിക്ക് നിൽക്കുക. വീട്ടിൽ കിടന്നുറങ്ങാൻ അവർ അനുവദിക്കത്തില്ല. വീടിനകത്ത് നാളത്തെ അന്നത്തിനുള്ള വകയില്ല. എല്ലാം ഒഴിഞ്ഞിട്ട് ഒരു ഭരണിൽ എണ്ണ മാത്രം മിച്ചമിരിക്കുക. ഇന്ന് രാത്രി പ്രവാചകൻ പറഞ്ഞ വാക്ക നീ എവിടെ പോണം? എവിടെയാണോ പാർക്കാൻ പറ്റത്തില്ലെന്ന് നീ തോറ്റോടിയ സ്ഥലം നീ അവിടെ തിരിച്ചു പോണം. ഇന്ന് രാത്രി രാജാക്കാടെന്ന ഈ മൈതാനത്തിൽ കേട്ടോണ്ടിരിക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാവ് പറയുക എവിടെയാണോ നീ തോറ്റത് ഈ എണ്ണയുമായി എവിടെ വാ. പരിശുദ്ധാത്മാവ് പറയുന്നു ആ എണ്ണ തോറ്റ വീട്ടിനകത്ത് അടപ്പ് തുറന്നാൽ ആ വീടിന്റെ അകത്ത് ഒരു മിറക്കിൾ ദൈവാത്മാവ് പറയുന്നു നീ തോട്ടെടുത്ത് നിന്നെ മടക്കി കൊണ്ടുവരാൻ പോവുക. നീ പരാജയപ്പെട്ടെടുത്ത് നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പോവുക. ഇത് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു ഇത് നിന്റെ ഇഷ്ടമല്ല, ഇത് എണ്ണയുടെ ഉടമസ്ഥന്റെ ഇഷ്ടമാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു എവിടെ തോറ്റോ അവിടെ, എവിടെ തോറ്റോ അവിടെ, എവിടെ തോറ്റോ അവിടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എവിടെ തോറ്റോ അവിടെ. ആത്മാവ് ഇന്ന് രാത്രി ആരോടൊക്കെ ശക്തമായി പറയുന്നു എവിടെ തോറ്റോ അവിടെ. നീ തോറ്റെടുത്ത് മടങ്ങി വരാനാ പരിശുദ്ധാത്മാവ് പറയുന്നേ. എന്തിന്? ലജ്ജിതനാകാനല്ല. ഈ ഭരണിയിലെ എണ്ണ കൊണ്ട് നീ രക്ഷപ്പെട്ടു എന്ന് നിന്റെ ദേശം പറയണം, നിന്റെ കുടുംബക്കാര് പറയണം. കർത്താവിന്റെ പിന്നാലെ ഇറങ്ങിയത് കൊണ്ട് നീ തകർന്നു പോയില്ലെന്ന് അവർ സാക്ഷ്യം പറയണം. യാസ് 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 റീബൽ കമനകടക ശന്തൽ പ്രൗഢിബിരികടക രക്ഷസ് കമനകടകസി അത്യുന റഡ്ക പ്രൗഢിബിരികടക റഗൽ കമനകടക ശന്തൽ കമനകടകസി. നിന്നെ കുറിച്ചൊരു സാക്ഷ്യം പറയാനുണ്ട്. എന്നതാ സാക്ഷ്യ? നീ രക്ഷപ്പെടുന്നത് അവര് കാണണം. നിന്റെ തലമുറയ്ക്ക് വില പറഞ്ഞവരില്ലേ? നിന്റെ കുടുംബത്തിന് വില പറഞ്ഞവരില്ലേ? പരിശുദ്ധാത്മാവ് പറയുക അവരുടെ നടുവിൽ തന്നെ നീ സകല ബാധ്യതകളും വീട്ടുവാൻ തക്കവണ്ണം എന്റെ ദൈവം നിന്നെ പ്രാപ്തനാക്കാൻ പോവാന്ന് പറഞ്ഞ വിശ്വസിക്കാൻ ഇന്നൊരു രാത്രി ഈ മൈതാനത്തിൽ ആളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു 2024 ഡിസംബർ 31 മുൻപ് നിനക്ക് വിലയിട്ടവന് നീ വില കൊടുക്കാൻ തക്കവണ്ണം ദൈവം പ്രാപ്തനാക്കാൻ പോവാ.
സന്തോഷമുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. നിനക്ക് വിലയിട്ടവരൊക്കെ നിന്റെ ദേശത്തുണ്ട്. നിനക്ക് വിലയിട്ടവരൊക്കെ നിന്റെ ചുറ്റുപാടുണ്ട്. നിനക്ക് വിലയിട്ടവർ പലരും നിന്റെ ദേശത്ത് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ പരിശുദ്ധാത്മാ പറയുന്നു, വിലയിട്ടവർ കാണണം, നിന്നെ വിധിച്ചവർ കാണണം, നീ ഒന്നും അല്ലെന്ന് പറഞ്ഞ് പുറംതള്ളിയവർ കാണണം, നിനക്ക് വിരോധമായി നിന്നവര് കാണണം. അതുകൊണ്ട് പ്രവാചകൻ പറയുന്നേ, ആ വീട്ടിലേക്ക് മടങ്ങി വാ. തോറ്റോ അവിടേക്ക്, നീ എവിടെ തോറ്റോ അവിടേക്ക് പരിശുദ്ധാത്മാ പറയുന്നു, നീ തോറ്റ ഇടത്ത് തന്നെ നിന്നെ മടക്കി കൊണ്ടുവന്ന് നിന്നെ മാനിക്കുന്ന ഒരു ദൈവമത്രേ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശു. വിശ്വസിക്കുന്നവനോട് ഈ രാത്രി ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, തോറ്റ ഇടത്ത് മാനിക്കുന്ന ദൈവം. ഹല്ലേലൂയ. തോറ്റയിടത്ത് മാനിക്കുന്ന ദൈവം. ആമേൻ. പിന്നെ പ്രവാചകൻ പറഞ്ഞ മറ്റൊരു കാര്യം, നിന്റെ വീട്ടിലേക്ക് പോയിട്ട് എന്നാ ചെയ്യണം? ആമേൻ. ഇച്ചിരി ധൈര്യം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. കടക്കാര് വീട്ടുപടിക്ക് നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ സഹോദരിയോടും പിള്ളേരോടും പ്രവാചകൻ പറഞ്ഞ ഒരു വാക്ക്, വീട്ടിൽ ചെന്ന വാതിലടച്ച് ആ ഭരണി തുറക്കണം. ആമേൻ. വെറും പാത്രങ്ങളെല്ലാം മേടിച്ചു വയ്ക്ക, എന്നിട്ട് വാതിലടച്ച് അകത്തു കയറി ഭരണിയിൽ എണ്ണ തുറന്നാൽ നീ മിറക്കിള് കാണാൻ പോവുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, വീട്ടിൽ ചെന്ന് ആമേൻ ആ വാക്ക് പറയുമ്പോ കർത്താവ് ഒരു ദൂതാക്കി എനിക്ക് തരിക. ഒരു വാതിൽ ആ വീട്ടിൽ നീ അടയ്ക്കാമെങ്കിൽ പുറത്തുള്ള 9 വാതിൽ നിനക്ക് സ്വർഗം തുറക്കാൻ പോവുക. അടയ്ക്കേണ്ട വാതിൽ ഏതാ? മുൻവാതിലല്ല, നിന്റെ പ്രാർത്ഥനാ മുറിയുടെ വാതിൽ അടച്ചാൽ പുറത്തുള്ള 100 വാതിലുകൾ പുറത്ത് തുറക്കാൻ പോവുകയാ. വിശ്വസിക്കുന്നവനുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ വാക്ക് നിന്നോട് സ്വർഗം വിളിച്ചു പറയുന്നു, അകത്തുള്ള പ്രാർത്ഥനാ മുറിയുടെ വാതിൽ അടയ്ക്ക, പുറത്തുള്ള വാതിൽ തുറക്കൂ. യേശുവിന്റെ നാമത്താൽ ജയ. പരിശുദ്ധാത്മാവ് വ്യക്തം ശക്തമായി ഇന്ന് രാത്രി കൈമാറുന്നു. അടയ്ക്കേണ്ട വാതിൽ അടുക്കള വാതിലല്ല, അടയ്ക്കേണ്ട വാതിൽ മുൻവാതിലല്ല. ഇന്ന് രാത്രി പ്രാർത്ഥനാ മുറിയുടെ വാതിൽ അടയ്ക്ക. അതൊന്ന് അടച്ചാ മതി, 9 വെളിയിൽ തുറക്കുമെന്ന് ഇന്ന് രാത്രി സ്വർഗം നിന്നോട് ആലോചന പറയുന്നത്. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ 2024 അങ്ങനെ തുറക്കാൻ അങ്ങനെ തുറക്കാൻ പോകുകയാ. Holy Spirit. Shara dhara dhara bashikiri amthenia. Rakshas kamana kataga shaidi biri kataga regal kamana kataga shandal proudi biri kataga si. ആരുടെയൊക്കെ ദൈവാത്മാവ് ശക്തമായി പറയുന്നു, നിന്റെ പ്രാർത്ഥനാ മുറിയുടെ വാതിലടഞ്ഞാൽ പുറത്തെ വാതിലുകളെല്ലാം തുറക്കപ്പെടാൻ പോവുകയാ. പ്രാർത്ഥന മുറിയുടെ വാതിലടഞ്ഞാൽ പുറത്തെ വിഷയങ്ങളുടെ വാതിലെല്ലാം തുറക്കപ്പെടാൻ പോവുകയാ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിന്നോട് നൽകുന്ന ദൂത ഇട്ടേച്ചു പോകാനല്ല. ഈ രാത്രി നിന്റെ പ്രാർത്ഥന മുറിയുടെ വാതിൽ അടയ്ക്കുമെങ്കിൽ നാളെ പകലിൽ തന്നെ നിന്റെ ബാധ്യതകളുടെ ക്ലോസ് ചെയ്യാനുള്ള വാതിലുകൾ, നിന്റെ പ്രോപ്പർട്ടിയുടെ മേൽ തുറക്കപ്പെടേണ്ട വാതിലുകൾ, നിന്റെ രോഗങ്ങളുടെ മേൽ തുറക്കപ്പെടേണ്ട വാതിലുകൾ, നിന്റെ തലമുറയ്ക്ക് തുറക്കപ്പെടേണ്ട വാതിലുകൾ ഈ രാത്രികളിൽ തന്നെ പരിശുദ്ധാത്മാവ് ഓപ്പൺ ചെയ്യാൻ പോവുകയാ. Holy Spirit. Sharadhara basikiri amthiniya. Amen. ഒരൊറ്റ വാതിലടച്ചാൽ പുറത്ത് 9 വാതിൽ തുറക്കും. സന്തോഷമുണ്ടെങ്കിൽ രാമേ പറഞ്ഞേ. ഒന്നടച്ചാൽ മതി, ബാക്കി എല്ലാം തുറന്നോളും. അടയ്ക്കുന്നത് ഏത് വാതിലാ? പറ. പ്രാർത്ഥനാ മുറിയുടെ വാതിൽ. പ്രവാചകൻ പറഞ്ഞു, ഇത്ര കാലവും നീ അത് അടയ്ക്കാത്തോണ്ടാ നിന്റെ വീട്ടിലെ പ്രശ്നത്തിന് സൊല്യൂഷൻ ഇല്ലാത്ത. ഇന്ന് രാത്രി ആരുടെയൊക്കെ ദൈവാത്മാവ് ശക്തമായിട്ട് ദൂത് പറയുന്നു. ഈ വചനം കേട്ടിട്ട് അതേ ചൂടോടെ പോയിട്ട് പ്രാർത്ഥനാ മുറിയുടെ വാതിൽ അടച്ചത് അടയ്ക്കുമ്പോൾ ഓർക്കണം, നീ വെളിയിലായി പോകരുത്, നീ അകത്തായിരിക്കണം. ഇല്ലേ ലൂയ്യ, പാസ് പറഞ്ഞല്ലേ അടച്ചിടാൻ. അടയ്ക്കുമ്പോൾ ഓർക്കണം, നീ വെളിയിലാകരുത്, നീ പ്രാർത്ഥന മുറിയുടെ അകത്തായിരിക്കണം. എങ്കിലേ ഈ ദൂത് ചലിക്കത്തുള്ളൂ, എങ്കിലേ ഈ ദൂതിന്റെ പ്രാവർത്തിക വരത്തുള്ളൂ. പ്രാർത്ഥന മുറിയുടെ അകത്ത് കയറി അടച്ചു വെക്ക, 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ഇരുന്നു വെക്കുന്നേ.
കാണാത്ത വ്യക്തികൾ നിങ്ങളുടെ അടുത്ത് നന്മയുമായി വരും. കാണാത്ത വ്യക്തികൾ നിങ്ങളുടെ അടുക്കൽ അനുഗ്രഹവുമായി വരും. ഇന്ന് രാത്രി അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുക, ചിലതൊക്കെ കൊണ്ടുവരാൻ ദൈവത്തിന് അറിയാമെന്ന്. പ്രാർത്ഥിക്കുന്നവന് ദൈവത്തിന് അറിയാം. മത്തായിയിൽ ഇങ്ങനെ പറയുന്നു, രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. അപ്പോ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തിയിട്ട് ഒരു ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നു, അങ്ങനത്തെ ചില പ്രവൃത്തികളെ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോവുക. ഞാനൊരു വാക്കിന് വിരാമിടും, നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുക. ഈ പ്രവാചകൻ പറഞ്ഞത്, അകത്ത് കയറി വാതിലടച്ച് ഭരണിയിലെ എണ്ണ തുറന്ന് നീ പ്രാർത്ഥിച്ചാൽ ഇതുവരെ നീ പറഞ്ഞ ശൂന്യമായ പാത്രങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് നിറയാൻ പോവുക. ആത്മാവ് ശക്തമായിട്ട് ഇന്ന് രാത്രി അദ്ഭുത കുടുംബങ്ങൾക്ക് കൈമാറുകയാണ്. ഏതൊക്കെയോ പേഴ്സുകൾ കാലിയായി, ഏതൊക്കെയോ അക്കൗണ്ടുകൾ കാലിയായി, ഏതൊക്കെയോ സബ്ജക്റ്റുകൾ കാലിയായി, തലമുറകളുടെ സോഴ്സുകൾ കാലിയായി, കൃഷി മേഖലകളിൽ പലതും കാലിയാ, നിന്റെ വരുമാന സ്രോതസ്സുകൾ പലതും കാലിയാ, നിന്റെ ബിസിനസ്സുകളിൽ പലതും ബാലൻസ് സീറോയാ. പരിശുദ്ധാത്മാവ് പറയുന്നു, ആ ഭരണിയൊന്ന് തുറക്കാമെങ്കിൽ ശൂന്യമായ എല്ലാ ഇടങ്ങളിലും ഈ ദിവസങ്ങളിൽ നിറവ് സംഭവിക്കാൻ പോകുകയാ. നിറവ് സംഭവിക്കാൻ പോകുകയാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, നിറവ് സംഭവിക്കാൻ പോവുകയാ. നിറവ് സംഭവിക്കാൻ പോവുകയാ. റീമാന ശന്തന റീബൽ പ്രൗഢിമിനി ഘടക ശന്തൽ ഖമന ഘടകസെ ഒരു നിറവ് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഗ്ലോറി ജീസസ്. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? ഇന്ന് രാത്രി പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. പരിശുദ്ധാത്മാവിന് നിങ്ങളോട് ഇടപെടാൻ സമയമായി. ഭരണിയിലെ എണ്ണ തുറന്നാൽ ഒരു വർധനവ് സംഭവിക്കാൻ പോവുക. വർധനവ് സംഭവിക്കാൻ പോവുക. വെറും പാത്രങ്ങളിൽ ചിലത് നിറഞ്ഞാൽ നിന്റെ ബാധ്യതയുടെ ആമേൻ ക്ലോസിങ്ങിനുള്ള വഴി തുറക്കാൻ പോവുക. നിന്റെ വിഷയങ്ങൾ, ബിസിനസ്സുകളുടെ ആമേൻ വർധനവിനുള്ള വഴി അതിനകത്തുണ്ട്. തലമുറകളുടെ മേൽ ഇനി നുകം വരികയില്ല. എത്ര കൊടി കെട്ടിയ സാത്താൻ അതിനെ വിചാരിച്ചാലും ഇനി ആ നുകം പിള്ളേരുടെ മേൽ വരത്തില്ല. കാരണം എണ്ണ ആ നുകത്തെ പൊട്ടിക്കാൻ പോവുക. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞൊരു വാക്യമുണ്ട്, പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് പുഷ്ടിയുടെ എണ്ണ വെളിപ്പെടാൻ തുടങ്ങിയാൽ വീട്ടുവാതിലിന് പുറത്ത് കാത്തു നിൽക്കുന്ന നുകങ്ങൾക്ക് നിന്റെ തലമുറയെ തൊടാൻ പറ്റത്തില്ല. തലമുറകൾ സ്വതന്ത്രമാകാൻ പോവുകയാ. പരിശുദ്ധാത്മാ പറയുന്നു, ആമേൻ, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടാൻ പോവുകയാണ്. ആത്മാവ് ശക്തമായി പറയുന്നു, ഭരണിയിലെ എണ്ണ മാത്രം മതി ഈ ദിവസങ്ങളിൽ ഒരു ഡെലിവറൻസ് സംഭവിക്കാൻ പോവുകയാണ്. എത്ര പേർക്കത് വിശ്വാസപ്പെടും? ഇന്ന് രാത്രിയിൽ ആ മഹത്വം നിങ്ങളിൽ വെളിപ്പെടാൻ പോകുക. മഹത്വം നിങ്ങളിൽ വെളിപ്പെടാൻ പോകുകയാ. ആ സാന്നിധ്യം നിങ്ങളിൽ വെളിപ്പെടാൻ പോകുകയാ. വിശ്വസിക്കുന്നവരോടായി ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. ആമേൻ. ഈ സഹോദരിയോട് പറഞ്ഞു, തോറ്റയിടത്ത് ഭരണിയിലെ എണ്ണ തുറക്കാൻ തയ്യാറാണെങ്കിൽ നീ അവിടെ തോൽക്കേണ്ടി വരത്തില്ല. നീ തോറ്റു എന്ന് പറഞ്ഞത്, നീ തോറ്റു എന്ന് കരുതിയവരുടെ നടുവിൽ ആമേൻ നിന്നെ ഒരു യജമാനത്തിയെ പോലെ ആ ദേശത്ത് തല ഉയർത്താൻ എൻ്റെ ദൈവം ശക്തനാണ്. പരിശുദ്ധാത്മാവിൽ ഞാൻ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തോടും പറയുന്നു, എവിടെ തോറ്റോ അവിടെ നിന്നെ മാനിക്കാൻ, എവിടെ തോറ്റോ അവിടെ നിന്നെ ഉയർത്താൻ, നിന്റെ പട്ടണത്തിൽ തന്നെ മാനിക്കാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ പട്ടണത്തിൽ തന്നെ ഉയർത്താൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ ദേശത്ത് തന്നെ നിന്നെ ഉയർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവരോട് ഈ രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ കൈമാറട്ടെ, നിന്റെ ദേശത്ത് തന്നെ ഉയർത്താൻ.
Rababa Shekeria, Riba Lakama Sateni, Riba Shamana Gadaga Shaidibiri, Andal Kamanagadaga Shanteria, Riba Lakama Ratonia, in the Ratri Parishutatmava, Harudeke Parino, Tota Yedatani, Uyaran Bugia, Paradia Patra, the even in the Manikan Bugia, we shall seek in the Ratri Magaton Chalika. Holy Spirit. എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേൽക്കാം. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് രാത്രി ആത്മാവാരുടെ ശക്തമായി ഇതിനകത്ത് പറയുന്നു, എവിടെ തോറ്റോ അവിടെ 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 തന്നെ നിന്നെ ജയിക്കാൻ, അവിടെ തന്നെ നിന്നെ ഉയർത്താൻ, എവിടെ തോറ്റോ അവിടെ തന്നെ നിന്നെ മാനിക്കാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ. നിന്റെ മേൽ പകർന്നിരിക്കുന്ന ഒരു അഭിഷേകമില്ലേ? നിന്റെ മേൽ പകർന്നിരിക്കുന്ന ഒരു കൃപയില്ലേ? നിന്റെ മേൽ പകർന്നിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമില്ലേ? ഇന്ന് രാത്രി ആത്മാവാരോടൊക്കെ പറയുന്നു, ആമേൻ, അത് നിനക്കൊരു സൊല്യൂഷനായി മാറാൻ പോവുകയാ. അത് നിനക്കൊരു സൊല്യൂഷനായി മാറാൻ പോകുക. പരിശുദ്ധാത്മാവ് ശക്തിയോടെ പറയുന്നു, അത് നിനക്കൊരു സൊല്യൂഷനായി മാറാൻ പോകും. ഇത് പ്രാർത്ഥിക്കാനുള്ള സമയം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി നിന്നോട് കൈമാറുക. ഇത് പ്രാർത്ഥിക്കാനുള്ള സമയം. ആമേൻ. സൊല്യൂഷൻ പുറത്തല്ല, സൊല്യൂഷൻ അകത്തുണ്ട്. സൊല്യൂഷൻ പുറത്തല്ല, നിന്റെ വീട്ടിനകത്ത് സൊല്യൂഷൻ ഉണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നിങ്ങളോട് പറയുക, പുറത്തൊന്നും സൊല്യൂഷൻ വരത്തില്ല, വീട്ടിനകത്തൊന്ന് സൊല്യൂഷൻ വെളിപ്പെടാൻ പോവുക. അഭിഷേകമുള്ള ദൈവമക്കളോട് ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, സൊല്യൂഷൻ പുറത്തല്ല, സൊല്യൂഷൻ അകത്ത്. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ തന്നെ ഈ സൊല്യൂഷൻ പുറത്തു വരാൻ സമയമായി. വൈഡൽ പ്രൗഢിപിരി ഘടക റിഗൽ കമന ഘടക ശന്തൽ കമന ഘടകസി. യേശുവിന്റെ നാമത്താൽ ജയ, യേശുവിന്റെ നാമത്താൽ ജയ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ കഴിയുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചോണം. പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രി നിങ്ങളിൽ വെളിപ്പെടാൻ സമയമായി. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രി നിങ്ങളിൽ വെളിപ്പെടാൻ സമയമായി. ബാധ്യതകളാൽ മുങ്ങുന്നവരുണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ചോ. ബാധ്യത കൊണ്ട് നീ മുങ്ങത്തില്ല. നീ ബാധ്യതയെ നിസ്സാരമായി ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ആ ഭരണിയിലെ എണ്ണ നിനക്കൊരു സൊല്യൂഷനാണ്. ഈ ഭരണിയിലെ എണ്ണ നിനക്കൊരു വിടുതലാണ്. വിശ്വസിക്കാനാവുമെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ഭരണിയിലെ എണ്ണ നിനക്കൊരു സൊല്യൂഷനായി വെളിപ്പെടാൻ പോവുകയാ. തകർന്നവനെയും തകർച്ച അനുഭവിക്കുന്നവനെയും നോക്കി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ദൂത് പറയുന്നു, തകരാനല്ല, പൊളിയാനല്ല, നിന്റെ ബിസിനസ്സുകൾ വീഴാനല്ല. ശക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നു, എവിടൊക്കെയോ നിന്നെ മാനിക്കപ്പെടുവാൻ എന്റെ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ചില തകർച്ചകളിൽ നിന്ന് നിന്നെ പണിതെടുക്കാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ തകർച്ച ആമേൻ നീ ദേശം വിട്ടു പോകാനല്ല. വിശ്വസിക്കുന്നെങ്കിൽ ഈ തകർച്ച ഈ കുടുംബം വിട്ടു പോകാനല്ല. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ തകർച്ച നിന്നെ പണിയാനായി സ്വർഗം ഉപയോഗിക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ ഈ വചനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയും? പരിശുദ്ധാത്മാവ് പറയുന്നു, ആ സ്ത്രീയുടെ വീട്ടിനകത്ത് സൊല്യൂഷന് ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ, ആ സ്ത്രീയുടെ കുടുംബത്തിനകത്ത് സൊല്യൂഷന് ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ, ആത്മാവിൽ ഞാൻ കൈമാറുന്നു, ഇന്നു രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന നിന്റെ ഭവനത്തിനകത്ത് പരിശുദ്ധാത്മാവ് ആ സൊല്യൂഷന് നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി ഓ ആരുണ്ട് പ്രാർത്ഥിക്കാൻ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആമേൻ നിങ്ങളുടെ നടുവിൽ ശക്തിയോടെ വെളിപ്പെടുകയാ. ഓ റബ ശെഖേനി റീബൽ പ്രൗഢിബിരി Athuna, Rakshas Kamana Gadagasi, Vidal Proudimini Gadagasi, Vidal Proudabariamthana, Rigat Shamana Gadagasi, Vidal Kamana Gadagasi, Athuna, Rakshas Kamana Gadagasi, Yeshuvindam Namatal Jaya, Yeshuvindam Namatal Jaya, in the Ratri Parishotatmava, Haridika Shakti Yoda Kaimarno, Ninda, Ahmed Paranil Suchika Patrikana Yena, Chiladinur, Deliverance Aimaran Bogaya. ചിലതിനൊരു വിടുതലായി മാറാൻ പോവുകയാണ്. ചിലതിനൊരു അനുഗ്രഹത്തിലേക്ക് വഴി മാറാൻ പോവുകയാണ്. ചിലതിന് വർദ്ധന
കനവിലേക്ക് കൊണ്ടുവരാൻ പോകുക. നിന്റെ ബിസിനസ്സുകളാകട്ടെ, ഇന്നു രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ ബിസിനസ്സുകളിലാകട്ടെ ചില ഉയർച്ചകൾ സംഭവിക്കാൻ പോകുക. ഈ 2024 ദേശത്തിന്റെ മുൻപിൽ, നാട്ടുകാരുടെ മുൻപിൽ, ലോകക്കാരുടെ മുൻപിൽ തകർന്നു പോകാനല്ല ദൈവം നിന്നോട് പറയുന്നു. അവൻ അവരുടെ നടുവിൽ നിനക്കൊരു മാന്യതയെ വെളിപ്പെടുത്താൻ ഇന്ന് രാത്രിയിൽ സ്വർഗം ആഗ്രഹിക്കുകയാ. വാവ്! Rachas Proudi Birigadaga, Regal Kamanagadaga, Shandarathiana, Andal Kamanagadaga, Shaidal Proudi Birigadagasi, Ratikan Kadinu the Yamakal, in the Ratri Pratichotangata, yes, you win the Namataljan Pratikino, Riba Lakama Shekenia, Ribal Kamanagadaga, Shandal Proudi Minigadagasi, Atina, Regal Kamanagadaga, Shaidi Birigadagasi, yes, you win the Magatam in the Ratri, Ninakuvendi Veli Padana Ratri, come on, Ninakuvendi Veli Padana Ratri, Yondo, in the Ratriadarangala. Oh, പ്രാർത്ഥിച്ച് തുടങ്ങട്ടെ, പ്രാർത്ഥിച്ച് തുടങ്ങട്ടെ. പരിശുദ്ധാത്മ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി. Come on, now receive the holy fire of God. Vaishasiya Rikalama say Antonia Rachas Kabari Anthenia Ribal Proudi Minigadaga Rachas Kamanagadaga in the Ratri Magatam Chalikan the Ratri Magatam Chalikan the Ratri Magatam Chalikan the Ratri Atmasaritim Ningala Tudegaya Rabba Shekenia Ribal Kamanagadaga Shanteria. Yes, 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 yes. Holy Spirit, Holy Spirit, Holy Spirit. Now Rapa Pashe Holy Spirit. Todega, Todega, Todega. Ratri Magatam Todegaya. Abhishekatinda Kai. Ee Ratri Ninde Mel Varido. Fire. Oh, fire of God. Rabba, ba, 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 ba. Touch the power. Oh, the holy fire. Oh, Todega, Daivan, Todega. Todega, Todega, Todega. Todega, Todega. Fire. Oh, fire. Todega, Todega, Todega. Todega. Daiva Shakti. ഒരു തീ പോലെ ഇറങ്ങ മകത്വം തൊടുക. അഭിഷേകം ഒരു അഗ്നി പോലെ, അഭിഷേകം ഒരു അഗ്നി പോലെ. Touch holy power. Oh, fire of God. Receive the anointing. Shalba, Ralba, Raka, Baba, say. Rika, Baba, Shekeri, Antenia. Rachas Kamanagadaga, Shaidi Birigadagasi. Atina, Regal Kamanagadaga, Shandal, Proudi Minigadagasi. Yeshu in the Magatam Chaligata. Yeshu in the Magatam Chaligata. In the Ratri Parishu Tatmava. Adi Shaktamai children of Barino. Amen. Yenna, Chilla Nugangala. In the Ratria. ഒട്ടിക്കുന്ന രാത്രി. മകത്വം തൊടുക, മകത്വം തൊടുക. ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി വെളിപ്പെടുക, ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ഓ, fire of God. Touch the power. Holy Spirit. Yes, 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 yes. Rakshas Katharabase. Magatam Turno. Fire of God. Mighty presence of Jesus. Ratri Magatam Rangivariga.